ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ അക്കൗണ്ട്സിലെ രണ്ടാമത്തെ ഫംഗ്ഷൻ ക്ലാസിഫിക്കേഷൻ. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞു 5 ഫംഗ്ഷൻസിന്റെ മുകളിലാണ് അക്കൗണ്ടിങ്ങിന്റെ എൻറ്റയർ കാര്യങ്ങൾ നടന്നു പോകുന്നത്. റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ്, അനലൈസിങ്, ഇന്റർപ്രിറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ്. ഇതാണ് അക്കൗണ്ട്സിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞത്. അതിൽ റെക്കോർഡിംഗ് എന്താന്ന് പറഞ്ഞു. നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തൊക്കെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞത്. റെക്കോർഡിംഗിന് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ജേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ, അപ്പോൾ ഒരു സ്ഥാപനത്തിലെ ഒരു അക്കൗണ്ടന്റ് ആണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് നിങ്ങൾ സ്വയം വിചാരിക്കാം. നിങ്ങൾ അവിടെ വരുന്ന ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഈ റെക്കോർഡ് ചെയ്തത് കൊണ്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ? റെക്കോർഡിംഗ് ചെയ്തത് കൊണ്ട് നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. ഉദാഹരണം, നമ്മുടെ ബോസ്, നമ്മളെ ഓണർ നമ്മോട് പറയാണ്, എടാ ഇന്ന് എത്ര രൂപേന്റെ കച്ചവടം നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്കോർഡിംഗ് മാത്രം മതിയാവത്തില്ല. എടാ ഇന്ന് എത്ര രൂപേന്റെ സാധനം പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് എത്ര രൂപ കൊടുത്തു, ഇന്ന ആളുടെ കയ്യിൽ നിന്ന് എത്ര പൈസ കിട്ടി, ഇപ്പം ബാങ്കിൽ എത്ര ക്യാഷ് ഉണ്ട്, കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, മറ്റവന് എത്ര സാലറി കൊടുത്തു, ഇങ്ങനെയുള്ള സ്പെസിഫിക് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ച് എഴുതി വെക്കണം. ക്ലിയർ ആയില്ലേ? അല്ലെങ്കിൽ ക്യാഷ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൗണ്ടറിൽ ഇരുന്ന് എണ്ണേണ്ടി വരും. ബാങ്ക് പൈസ ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇവന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിനു വേണ്ടി അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ എന്ന് പറയാം. ലെഡ്ജർ എന്ന് പറയുമ്പോൾ ലെഡ്ജറിന്റെ ഫോർമാറ്റ് എനിക്ക് കൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെഡ്ജർ എങ്ങനെയാണ് ലെഡ്ജർ ഉണ്ടായിരുന്നത്? സിമ്പിളായിട്ട് അന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീക്ക് തുല്യമായിട്ടുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ ലെഡ്ജറിനെ വരച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ടീക്ക് തുല്യമായിട്ടുള്ള ഒരു സാധനം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചുതരാം സ്ക്രീനിൽ. ഇത് ഓൾറെഡി പറഞ്ഞുകൊണ്ടാണ് സ്പീഡ് പോകുന്നത്. ഇങ്ങനെയാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരേണ്ടോ? ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ഉപയോഗിക്കുന്ന ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഈ രീതിയിലായിരിക്കും. ഇംഗ്ലീഷിലെ എല്ല് പോലെ ആയിരിക്കും ലെഡ്ജറിന്റെ ഫോർമാറ്റ് ഉണ്ടാവും. ഒരു ഭാഗത്ത് ഡെബിറ്റ് ആയിരിക്കും. ഈ വലത് ഭാഗത്ത് ഡെബിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും, ഇടത് ഭാഗത്ത് ക്രെഡിറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ മുകളിൽ ഏതാണോ അക്കൗണ്ട് എന്നുള്ളത് ആ അക്കൗണ്ടിന്റെ ഹെഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം സാലറിന്നോ കമ്മീഷനോ എന്തെങ്കിലുമുള്ള ഈ ഒരു ഹെഡ് ഈ ഒരു ഏരിയയിലായിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. ഇപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എല്ലിന് തുല്യമായിട്ടുള്ള രീതിയിലാണ് ലെഡ്ജർ ഫോർമാറ്റ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇതിൽ തന്നെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഡേറ്റ് വരും, ഈ ഭാഗത്ത് ഇതേപോലെ തന്നെ ഡേറ്റ് വരും, പിന്നെ ഒരു പർട്ടിക്കുലർ എന്ന് പറഞ്ഞൊരു കോളം വരും, ഇവിടെയും പർട്ടിക്കുലർ എന്ന് പറഞ്ഞൊരു കോളം വരും. ഇനി ഒരു LF എന്ന് പറഞ്ഞ ഒരു കോളം കൂടി വരാനുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചോളൂ. ഇതുവരെ കാണാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഇവിടെ വരുന്നത് ഡേറ്റ് ആണ്. ഇവിടെ വരുന്നത് പർട്ടിക്കുലർ എന്ന് പറഞ്ഞ ഒരു ഭാഗമാണ്. പർട്ടിക്കുലർ ഈ ഒരു ഏരിയയിൽ JF ആണ് വരിക. ഇവിടെ എമൗണ്ട് ആണ് വരിക. സെയിം ഇപ്പുറം ഡേറ്റ്, പർട്ടിക്കുലർ, JF, എമൗണ്ട്. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ജസ്റ്റ് ഒന്ന് വരച്ചു വെക്കാം അറിയാത്ത ആളുകൾ. ഇപ്പൊ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T ഒന്ന് വരച്ചു വെക്കാം. ടീന് രണ്ട് ഭാഗത്ത് ഡേറ്റും വരണം, പർട്ടിക്കുലറും വരണം, JF-ഉം വരണം, എമൗണ്ട് വരണം. ഇതൊക്കെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ, ഇത് മാനുവലായിട്ട് പഠിച്ചു കഴിയുമ്പോഴേ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒന്നും കൂടി ഈസി ആയിട്ട് ഈ സാധനം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇടത് ഭാഗത്ത് വരുന്നത് ഡെബിറ്റ് ആണ്, വലത് ഭാഗത്ത് വരുന്നത് ക്രെഡിറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ടാവും, അല്ലേ? ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഒറിജിനൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ആദ്യമായിട്ട് നമ്മുടെ അക്കൗണ്ടിങ്ങിന്റെ ബുക്കിനകത്ത് എഴുതുന്നതാണ് ജേണൽ. ഉദാഹരണം, ഒരു ജേണൽ എൻട്രി പറയാം: ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാപിറ്റൽ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഇനി ഈ പറഞ്ഞ സാധനത്തിന് നോക്കണേ, ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ
സംവിധാനത്തിനെ ഈ പറഞ്ഞ രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്നതിനെ എടുത്തെഴുതുന്നതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയാം. നമുക്ക് പറഞ്ഞിട്ടുണ്ടോ, ഒന്നുകൂടി ഒന്ന് റിമൈൻഡ് ചെയ്യണം. പോസ്റ്റിംഗ് എന്ന് പറയാം. അതായത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് ഓരോ അക്കൗണ്ടിനെയും എടുത്ത് എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് പോസ്റ്റ് ചെയ്യട്ടോ എന്ന് പറയില്ലേ. ഇതാ സാലറിയിൽ പോസ്റ്റ് ചെയ്യണം, ഇത് അക്കൗണ്ട്സിൽ പോസ്റ്റ് ചെയ്യണം, ഇത് ബാങ്കിൽ പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കമ്മീഷനിൽ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇവിടെ നിന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം. അപ്പം പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ജേണൽ ടു ലെഡ്ജർ നോൺ ആസ് പോസ്റ്റിംഗ്. ഓക്കെ, ഈ വേർഡ് മനസ്സിലെടുക്കുക. പോസ്റ്റിംഗ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കും, പോസ്റ്റിംഗ് എന്താണെന്നുള്ളത്. ഇനി അപ്പോൾ ഡേറ്റ് നമുക്കറിയാം. ഇന്നത്തെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഇടാം. പർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ ജേർണൽ എൻട്രീൻ്റെ ആ ഒരു പാർട്ടാണ്. ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. സെറ്റ് ആയല്ലോ. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ജേർണൽ എൻട്രി നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ജേർണൽ എൻട്രി അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ടിൽ ചെയ്ത് പറഞ്ഞുകൊണ്ട് നമുക്ക് വേഗം എഴുതാം. നോട്ടിൽ എഴുതിക്കോളൂ. 1/4/2025 ഡേറ്റ് ഇതേപോലെ തന്നെ എഴുതണേ. സ്റ്റാർട്ട് കമൻസഡ് ബിസിനസ്, പെട്ടെന്ന് എഴുതിക്കോളും. കമൻസഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് ₹1 lakh. ഓക്കെ, 1 lakh. പിന്നെ അടുത്ത ഡേറ്റ് ഇടാം 2/4/2025. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, പെട്ടെന്ന് എഴുതണേ. ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് ₹10,000. സ്ക്രീനിൽ നോക്കി ഇങ്ങനെ എഴുതിക്കോളൂ, സ്പീഡ് അല്ലെങ്കിൽ. അടുത്ത ഡേറ്റ് 3/4/2025. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് ₹1,000. അടുത്തത് 4/4/2025. സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് 2,000. അടുത്തത് 5/4/2025. സാലറി പെയ്ഡ് ബൈ ക്യാഷ് 3,000. 6-ാം തീയതി കമ്മീഷൻ റിസീവ്ഡ് ഓക്കെ. കമ്മീഷൻ റിസീവ്ഡ് ബൈ ക്യാഷ് 500. ഓക്കെ, ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കേണ്ടത് നിങ്ങളൊരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ആണെന്ന് വിചാരിക്കാം. അക്കൗണ്ടന്റ് ആയിരിക്കെ നിങ്ങളുടെ സ്ഥാപനത്തിൽ 1-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ ആണിത്, 2-ാം തീയതി നടന്ന ട്രാൻസാക്ഷൻ ആണ് അത്. ഇങ്ങനെ ഓരോ ദിവസം നടന്ന ട്രാൻസാക്ഷൻ നോക്കൂ. 1-ാം തീയതി നടന്നത് ഇതാണ്. 2, 3, 4, 5, 6 ഇങ്ങനെ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ആദ്യത്തെ ട്രാൻസാക്ഷൻ എങ്ങനെ റെക്കോർഡ് ചെയ്യാം? ഹലോ, ആദ്യത്തെ ട്രാൻസാക്ഷൻ എങ്ങനെയാ റെക്കോർഡ് ചെയ്യാം? ഒരാൾ പറയും. ജേർണലിൽ പോസ്റ്റ് ചെയ്യണം. ജേർണൽ എൻട്രി ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ജേർണൽ എൻട്രി എഴുതണം അല്ലെ. ജേർണലിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ജസ്റ്റ് ബുക്കിനകത്ത് ഓടിച്ച് വരച്ച് പോയാൽ മതിയെ. ഇങ്ങനെ വരക്കാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഡേറ്റ് എഴുതണം, പിന്നെ പർട്ടിക്കുലേഴ്സ്. ഇതൊക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. പർട്ടിക്കുലേഴ്സ്, ഓക്കെ, ഡെബിറ്റ് LF, ഡെബിറ്റ്, ഓക്കെ, ഡെബിറ്റ്, ഓക്കെ, ക്രെഡിറ്റ്. ഈ രീതിയിൽ എഴുതാം, പെട്ടെന്ന് എഴുതാം. എന്നിട്ട് ഇതിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യാം? ഈ സാധനത്തിന് പെട്ടെന്ന് മാറ്റി എഴുതാം. ഞാൻ ഓരോന്നോരോന്ന് എഴുതി സ്പീഡ് പോവാം. കോപ്പി അടിച്ച് എഴുതരുത്, നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ നടന്നു 1/4/2025. ആ ഡേറ്റ് ഇവിടെ എഴുതുക, 1/4/25. പർട്ടിക്കുലേഴ്സിൽ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് 1 lakh. അതിന്റെ മലയാളം
1,00,000 രൂപ ക്യാഷായിട്ട് കൊണ്ടുവന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ. അപ്പൊ അതിനകത്ത് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് കൊണ്ടുവന്ന ആളുടെ ക്യാപിറ്റൽ, മറ്റൊന്ന് ക്യാഷ്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി ഇങ്ങനെയായിരിക്കും വരിക: ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ, LF എമൗണ്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് എഴുതുന്നില്ല. എന്നിട്ട് ഇവിടെ 1,00,000 എഴുതാം. ഓക്കെ, ഇവിടെയും 1,00,000 എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു സംവിധാനത്തിന്റെ നരേഷൻ ആണ് എഴുതേണ്ടത്. ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് എന്നോ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് ആ സാധനം അതേപോലെ എഴുതാം. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് എന്ന് ഞാൻ എഴുതുന്നു. അതിനുശേഷം ഇവിടെ ഒരു വര വരയ്ക്കുന്നു. ഇതാണ് ജേണലിന്റെ രീതി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ബാങ്കിലെ ക്യാഷ് കൂടുന്നു, കയ്യിലുള്ള ക്യാഷ് കുറയുന്നു. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ആ എമൗണ്ടും 10,000 10,000 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. സ്പീഡാക്കി എഴുതിക്കോളെ. ബാങ്ക് ടു ക്യാഷ്. അടുത്തത് പർച്ചേസ് ഗുഡ്സ് ബൈ ക്യാഷ്. സാധനം വാങ്ങിക്കുന്നു, പർച്ചേസ് ടു ക്യാഷ്. ഞാൻ ഷോർട്ടാക്കി എഴുതുന്നത്, നിങ്ങൾ വിശദമായിട്ട് പിന്നെ എഴുതിക്കോളാം. ഓക്കെ, പർച്ചേസ് ടു ക്യാഷ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. സാധനം വിറ്റു, ക്യാഷ് കിട്ടി, ക്യാഷ് ടു സെയിൽസ്. ഓക്കെ, പിന്നെ സാലറി കൊടുത്തു, സാലറി ടു ക്യാഷ്. അടുത്തത് കമ്മീഷൻ കിട്ടി, ക്യാഷ് ടു കമ്മീഷൻ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? ഇങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം, എടുത്ത് എഴുതാം. ഓക്കെ, ഇതാണ് അക്കൗണ്ട്സിലെ ആദ്യത്തെ പ്രോസസ്സ്. നമ്മുടെ ബിസിനസ്സിനകത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന കൃത്യമായിട്ട് എഴുതുക. ഇപ്പൊ നമ്മൾ പുസ്തകത്തിലാണ് ഇന്ന് ഇത് കൃത്യമായിട്ട് നമ്മൾ ടാലി പഠിക്കുമ്പോൾ ടാലിനകത്തേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് പറയും. അപ്പോൾ ഈ ജേണലിലെ ഭാഗം ക്ലിയർ അല്ലാത്ത ആളുകൾ കഴിഞ്ഞ ജേണൽ സെഷൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ട് ഡൗട്ടുള്ള ഈ ഗ്രൂപ്പിനകത്തൊക്കെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യണം, പഠിച്ചു പോരണം. ഇനി നമ്മുടെ രണ്ടാമത്തെ പണി ഓൾറെഡി റെക്കോർഡ് ചെയ്തു, നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്. രണ്ടാമത്തെ പണി ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിനെങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യാനുള്ള ടൂളാണ് ലെഡ്ജർ. ആ ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്യാം, വരയ്ക്കാം. ഇതാണ് ലെഡ്ജറിന്റെ ഫോർമാറ്റ്. ഞാൻ പറഞ്ഞു L രീതിയിലാണ് ഫോർമാറ്റ്. ഇവിടെ ഡേറ്റ് കൊടുക്കുന്നു, ഇവിടെ പർട്ടിക്കുലർ കൊടുക്കുന്നു, ഇവിടെ JF കൊടുക്കുന്നു, എമൗണ്ട് കൊടുക്കുന്നു. അതേപോലെ ഡേറ്റ്, പർട്ടിക്കുലർ അല്ലെ, ഇവിടെ JF, എമൗണ്ട്. സിമ്പിൾ. ഓക്കെ, ഞാൻ ഒരു അക്ഷരം മാത്രമേ ചെയ്യുന്നുള്ളൂ. D, ഡേറ്റ്, പർട്ടിക്കുലർ, JF, എമൗണ്ട്. അതേപോലെ ഡേറ്റ്, പർട്ടിക്കുലർ, JF, എമൗണ്ട്. ഓക്കെ, ഇതേപോലെ എഴുതും. സെറ്റ് ആണോ? എല്ലാവരും എഴുതിയോ? ഹലോ, എഴുതില്ലേ? ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ആദ്യത്തെ പണി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അക്കൗണ്ട്സിനകത്ത് ഏതൊക്കെ അക്കൗണ്ട്സ് ഉള്ളത്? ക്യാഷ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, പിന്നെ ബാങ്ക്, ക്യാഷ്, പർച്ചേസ്, ക്യാപിറ്റൽ, ബാങ്ക്, പർച്ചേസ്, സാലറി. ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടുകളാണ്. ഇതിനെല്ലാം നമ്മൾ ഇവിടെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഉദാഹരണം ഒരു അക്കൗണ്ട് ക്യാഷ്, ക്യാഷിന് ഒരു അക്കൗണ്ട്. ഇനി ഇതേപോലെ എന്ത് ചെയ്യണം, ക്യാഷിന് മാത്രമല്ല അടുത്തൊരു ഇതേപോലെ നോട്ട്ബുക്കിൽ ഇങ്ങനെ വരക്കണം. അവിടെ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ എന്ന് എഴുതുക, ക്യാപിറ്റൽ ഒരു അക്കൗണ്ട്.
ഓക്കെ. ഇനി ഇതേപോലെ എന്ത് വേണം? ബാങ്കിന് ഉണ്ടാക്കണം. ബാങ്കിനും ഇതേപോലെ ഉണ്ടാക്കാം. ഇതിന്റെ താഴെ തന്നെ എഴുതാനല്ല കേട്ടോ, നിങ്ങളെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി വെക്കണം. ഇങ്ങനെ നമുക്ക് ഏതൊക്കെ ലെഡ്ജറുകൾ ഉണ്ടോ അതിനൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കോളങ്ങൾ, പെട്ടിക്കോളങ്ങൾ ഉണ്ടാക്കുക. ഇത് പെട്ടിക്കോളം എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഈ ലെഡ്ജർ ബുക്ക് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരച്ചുണ്ടാക്കേണ്ടി വരുന്നത്. ഇത് വളരെ സിമ്പിൾ ആണ്. ഒരു ലെഡ്ജർ ബുക്ക് ഉണ്ടെങ്കിൽ ഈ വരേണ്ട ഒന്നും ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആ ബുക്കിനകത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോയാൽ മതി. അപ്പൊ നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ജേർണൽ എൻട്രി ഇങ്ങനെയായിരുന്നു: ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ. ഇതാണ് ആദ്യത്തെ ജേർണൽ എൻട്രി. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ. ക്ലിയർ ആയല്ലോ? അപ്പം ക്യാഷിന് നമ്മളൊരു ലെഡ്ജർ ഉണ്ടാക്കി, അതായത് ഇതിനൊരു ലെഡ്ജർ ഉണ്ടാക്കി, ക്യാപിറ്റലിനും നമ്മളിവിടെ ഒരു ലെഡ്ജർ ഉണ്ടാക്കി. ഇപ്പൊ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ്. അപ്പൊ ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലെഡ്ജർ ഉണ്ടാക്കണം. ക്യാഷ് ഓൾറെഡി ഉണ്ടാക്കിയതുകൊണ്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ജേർണലിനകത്ത് നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിന്റെ എല്ലാം തന്നെ ഓരോ ലെഡ്ജറുകൾ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഓരോന്നും മാറ്റി മാറ്റി എഴുതണമല്ലോ. അതുകൊണ്ട് വേറെ വേറെ അക്കൗണ്ട് എന്ത് ചെയ്യണം? ഉണ്ടാക്കി വെക്കണം. അതല്ലാതെ ഒരു അക്കൗണ്ടിന്റെ താഴെ തന്നെ എല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളവും. ഉദാഹരണം, യൂനിസിന്റെ അക്കൗണ്ടിൽ യൂനിസിന്റെ കണക്ക് എഴുതാൻ പാടുള്ളൂ. ജാബിറിന്റെ കണക്കിൽ ജാബിറിന്റെ അക്കൗണ്ട് എഴുതാൻ പാടുള്ളൂ. അല്ലെങ്കിൽ യൂനിസിന്റെ ജാബിറിന്റെ അക്കൗണ്ട് കയറി കഴിഞ്ഞാൽ എന്തായി? എന്റെ കൊടുക്കാനുള്ളൂ കിട്ടാനുള്ള തമ്മിലുള്ള എമൗണ്ട് എന്തായി? വ്യത്യാസം വരും. സാലറി സാധനം സാലറിയിൽ എഴുതാൻ പാടുള്ളൂ. കമ്മീഷന്റെ സാധനം കമ്മീഷനിൽ എഴുതാൻ പാടുള്ളൂ. പർച്ചേസിന്റെ സാധനം പർച്ചേസിൽ എഴുതാൻ പാടുള്ളൂ. സെയിൽസിന്റെ സാധനം സെയിൽസിൽ എഴുതാൻ പാടുള്ളൂ. ഇങ്ങനെ എല്ലാം വേറെ വേറെ അക്കൗണ്ട്. ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ആകെ എന്ത് ചെയ്യും? കൊളാവും. പിന്നെ അതിൽ നിന്ന് ഓരോ സാധനവും സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് പോകും. ഇപ്പൊ നമ്മൾ ആദ്യത്തെ ക്യാഷിന് ഒരു ലെഡ്ജർ ഉണ്ടാക്കി, പിന്നെ എന്തുണ്ടാക്കി? ക്യാപിറ്റലിനും ഒരു ലെഡ്ജർ ഉണ്ടാക്കി. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ 1,00,000 rupees എന്ന് പറയാം. അപ്പൊ ക്യാഷിന് വേണ്ടി ലെഡ്ജർ ഉണ്ടാക്കി, ക്യാപിറ്റലിന് വേണ്ടി ലെഡ്ജർ ഉണ്ടാക്കി. ഇനി എന്താണെന്ന് അറിയാം? ഈ ക്യാഷിന്റെ ലെഡ്ജറിലില്ലേ, ഹലോ, ഈ ക്യാഷിന്റെ ലെഡ്ജറിൽ കേൾക്കുന്നുണ്ടോ? ഇവിടെ ഒന്നും ഇല്ലേ? ക്യാഷിന്റെ ലെഡ്ജർ, ഈ ക്യാഷ് എന്ന് പറഞ്ഞ സാധനം ഇതല്ലേ ക്യാഷ്? ഈ ക്യാഷിന്റെ ലെഡ്ജർ, ഈ ലെഡ്ജറിൽ ഇതിന്റെ ഭാഗം ഈ ഭാഗത്തിന് എന്താ വിളിക്കാം? നമ്മൾ ഡെബിറ്റ് എന്നല്ലേ? ഹലോ, ഈ ഭാഗത്തിന് ഡെബിറ്റ്, ഈ ഭാഗത്തിന് എന്താ വിളിക്കാം? ക്രെഡിറ്റ്. ഓക്കെ. ക്യാഷിന്റെ ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എന്ന് എഴുതണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സാധനമാണ് എവിടെ എഴുതേണ്ടത്? ഈ ഭാഗത്ത് എഴുതേണ്ടത്. ക്ലിയർ ആയോ? ഉദാഹരണം ഞാനിവിടെ ഡേറ്റ് ചെയ്താണ് 1/4/25. ഇതാണ് നമ്മളെ ഡേറ്റ്. 1/4/25. 1/4/25 ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം നടന്നു. അപ്പൊ എന്ത് ചെയ്യുക? ഈ ക്യാഷിന്റെ ഭാഗത്ത് ക്യാഷ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നോക്കുക. അതായത് മുകളിലാണോ താഴത്താണോ നോക്കുക. ഡെബിറ്റ് ഭാഗത്ത് ക്യാഷ് എന്നുള്ളത് ഡെബിറ്റ് ആണ്, ക്യാപിറ്റൽ എന്നുള്ളത് ക്രെഡിറ്റ് ആണ്. അതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ പറയുമ്പോൾ ക്യാഷ് എന്നുള്ളത് ഡെബിറ്റ് ആണ്, മുകളിൽ നിന്ന് ഡെബിറ്റ് ആണ്, താഴത്ത് എഴുതുന്നത് ക്രെഡിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ക്യാഷിന്റെ ഡെബിറ്റ് ഭാഗത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സാധനം എടുത്ത് എഴുതാം. അതായത് ഇവിടെ എന്ത് ചെയ്താ? ക്യാപിറ്റൽ എന്ന് എടുത്ത് എഴുതാം. ടു ക്യാപിറ്റൽ എന്നൊക്കെ മുമ്പ് പറയാറുണ്ട്. ക്യാപിറ്റൽ എന്ന് എടുത്ത് എഴുതാ. ക്യാപിറ്റലിന്റെ എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക, 1,00,000. റെഡി ആയല്ലോ? 1,00,000 എന്ന് എന്ത് എഴുതി കൊടുക്കാം. രണ്ടാമത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കാണുന്നില്ലേ? ഈ ക്യാപിറ്റൽ ഏത് ഭാഗത്തുള്ളത്? ഡെബിറ്റ് ഭാഗത്താണോ ക്രെഡിറ്റ് ഭാഗത്താണോ? ഹലോ, ക്രെഡിറ്റ് ഭാഗത്ത്. അപ്പം ഇതിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എഴുതുക. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഡേറ്റ് ഇട്ട് കൊടുക്കുക. 1/4/25 ഇട്ട് കൊടുക്കുക. അതിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? ക്യാഷ് എന്ന് ഇട്ട് കൊടുക്കുക. ക്യാഷ് ഈ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നന്നായി ശ്രദ്ധിച്ചോളെ. ഒന്ന് മ്യൂട്ട് ചെയ്ത് നന്നായി ശ്രദ്ധിക്കാം. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാനുവൽ അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ് പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് ടാലിയൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമ്മൾ ജേണൽ ചെയ്യാം. ആ ഓരോ ജേണലും എടുത്ത് എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞ സംഭവം, ക്യാഷ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നോക്കുക. ആ ക്യാഷിന്റെ
ആ ക്യാഷ് എവിടെയാണോ ഉള്ളത് ഡെബിറ്റ് ഭാഗത്ത്. അപ്പൊ അതിന്റെ ഡെബിറ്റ് ഭാഗത്ത് അതിന്റെ ഓപ്പോസിറ്റുള്ള സാധനം എഴുതാം, ക്രെഡിറ്റ് ഭാഗത്ത് അതിന്റെ ഓപ്പോസിറ്റുള്ള സാധനം മറ്റേതും എടുത്ത് എഴുതാം. ഇതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? JF നമുക്ക് അധികം വരത്തില്ല. JF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഡ്ജറിന്റെ ബുക്ക് ഏതാണ്, ആ ബുക്ക് അല്ലെങ്കിൽ ആ ഇൻഡെക്സിന്റെ നമ്പർ രേഖപ്പെടുത്തുന്ന ഭാഗമാണ് JF എന്ന് പറയുന്നത്. ഉദാഹരണം, ക്യാഷ് എന്നുള്ള ഒരു ബുക്ക് നമ്പർ 12ാമത്തെ ബുക്ക് നമ്പർ ആണെന്ന് വിചാരിച്ചോളി. അപ്പം JF അവിടെ 12 എന്ന് എഴുതും. ക്യാപിറ്റൽ എന്നുള്ളത് 24ാമത്തെ ബുക്കാണെന്ന് വിചാരിച്ചോളി. അപ്പം എന്ത് ചെയ്യും? 24 എടുത്ത് എഴുതും. ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി തൽക്കാലം JF ഇനി നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം മാനുവൽ അക്കൗണ്ടിങ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. വല്ലപ്പോഴും 1-2 സ്ഥാപനത്തിൽ പെട്ടാലേ ഉള്ളൂ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക? നമുക്കൊരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ? ആ ഡേറ്റ് പ്രകാരം ജേർണൽ എൻട്രി ചെയ്താൽ ആ ജേർണലിൽ എന്ത് ചെയ്യുക? തിരിച്ച് ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യാം. സെറ്റാണോ? ഹലോ, ഓക്കെ ആണോ? ഒരു സംശയം ചോദിച്ചോട്ടെ. ഓക്കെ, ഹലോ, ചോദിച്ചോളൂ പെട്ടെന്ന് ചോദിക്കാം. അടുത്ത ഇതിനകത്ത് നമ്മൾ ക്യാഷ് അക്കൗണ്ട് ക്യാപിറ്റൽ അല്ലേ പറഞ്ഞത്? അതെ അപ്പൊ അതെ നമ്മുടെ ലെഡ്ജറിൽ ഇത് ഡെറ്ററും ക്രെഡിറ്റും അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? അതെ അതെ. അപ്പൊ ഈ 2 ക്യാപിറ്റൽ എഴുതേണ്ടത് ആക്ച്വലി അത് ഇപ്പോഴത്തല്ലേ എഴുതേണ്ടത്? ഇവിടെ അത് ഡൗട്ടാണ്. അതായത് ക്രെഡിറ്റ് നമ്മൾ ഇങ്ങനെ സൈഡിലാണ്. ചിന്തിക്കാം, ഈസി ആയിട്ട് തെറ്റാതിരിക്കാൻ പറഞ്ഞുതരാം. ക്യാഷ് എന്നുള്ളത് ഡെബിറ്റ് അല്ലേ? ആ അപ്പൊ ക്യാഷിന്റെ ഡെബിറ്റ് ഭാഗത്ത് ഇതിന്റെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതാം. ഇതാണ് ക്യാഷ് ഓ അക്കൗണ്ട്, ഓ ഇതിന്റെ ഡെബിറ്റ് ഭാഗത്ത് ഇതിന്റെ ഓപ്പോസിറ്റ്. ക്യാപിറ്റൽ എന്ന് കിടക്കുന്നത് എവിടെയാ? ക്രെഡിറ്റിലല്ലേ? അതെ. അപ്പൊ ക്യാപിറ്റലിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് അതിന്റെ ഓപ്പോസിറ്റുള്ള സാധനം എടുത്ത് എഴുതാം. അങ്ങനെ എന്ത് മതി, ഓക്കെ വേറെ ഒന്നും കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ. സിമ്പിൾ ആയിട്ട് അത് എപ്പോഴും മനസ്സിലാക്കാം. ഇനി അത് രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. നമുക്ക് ഇവിടെ എഴുതാം, നോക്കാം. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിനും ക്യാഷിനും ഓരോ ലെഡ്ജർ ഉണ്ടാക്കണം. ഒരു T വരച്ച് ഉണ്ടാക്കിയാൽ മതി, സിമ്പിൾ. ഇത് ബാങ്കിൻ്റെതാണ്, ഇത് ക്യാഷിൻ്റെ ആണ്. ക്യാഷ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇതിനെടുത്ത് എഴുതാം. എന്ത് ചെയ്യണം? ഇത് ബാങ്ക് ആണെന്ന് വിചാരിച്ചോളൂ, ഇത് ക്യാഷ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, മ്യൂട്ട് ചെയ്യണേ. ഇത് ക്യാഷ് ആയിരിക്കും. അപ്പം ബാങ്ക് എന്നുള്ളത് ഏത് ഭാഗം? ഡെബിറ്റ് ഭാഗം അല്ലേ? അപ്പൊ ബാങ്കിന്റെ ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യണം? ബാങ്കിന്റെ ഡെബിറ്റ് ഭാഗത്ത് ഓപ്പോസിറ്റുള്ള സാധനം എടുത്ത് എഴുതാം. അതായത് ഇവിടെ ക്യാഷ് എന്ന് എഴുതണം. എന്നിട്ട് അതിന്റെ എമൗണ്ട് 10,000 എന്നുള്ളത് എന്ത് ചെയ്യാം? 10K എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കാം. അടുത്തത് ക്യാഷ് എടുക്കുക. ക്യാഷ് എന്നുള്ളത് ക്രെഡിറ്റ് ഭാഗത്താണ്. അപ്പൊ ക്യാഷിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്താ? ബാങ്ക് എന്ന് എടുത്ത് എഴുതാം. ക്ലിയർ ആയോ? എന്നിട്ട് ഇവിടെ ഈ ഒരു എമൗണ്ട് 10K എന്നുള്ളത് എന്ത് ചെയ്യാം? എടുത്ത് എഴുതാം. ഇങ്ങനെ എഴുതുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോസ്റ്റിംഗ് എന്ന് വിളിക്കാം. റെഡിയാണോ? ഓക്കെ, ഇനി അടുത്ത ഇതേപോലെ ചെയ്തേ. അടുത്ത എൻട്രി എന്തായിരുന്നു? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. പർച്ചേസ് ടു ക്യാഷ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു ലെഡ്ജർ ഉണ്ടാക്കണം. അതേപോലെ തന്നെ ക്യാഷിന് വേണ്ടിയിട്ട് ലെഡ്ജർ ഉണ്ടാക്കണം. ക്യാഷ് ഒക്കെ ഓൾറെഡി നേരത്തെ ഉണ്ടാക്കിയാണ് കേട്ടോ. ഞാനിതൊരു പുതുതായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ. മുകളത്തത് പർച്ചേസ് അക്കൗണ്ട് ആണ്, താഴത്തെ ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പൊ ഞാനിവിടെ പർച്ചേസ് എന്ന് പർച്ചേസ്, ഇവിടെ ക്യാഷ്. അപ്പൊ എന്ത് ചെയ്യാ? പർച്ചേസിന് ഡെബിറ്റ് ഭാഗത്ത് എന്താ ചെയ്താ? പർച്ചേസിന് ഡെബിറ്റ് ഭാഗത്ത് എന്താ ചെയ്താ മനുഷ്യന്മാരെ? ക്യാഷ് എഴുതാം. എന്തുകൊണ്ടാ? പർച്ചേസ് എന്നുള്ളത് ഡെബിറ്റ് ഭാഗത്താണ്. അതിന്റെ ഡെബിറ്റ് ഭാഗത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള സാധനം എന്ത് ചെയ്യാം? എടുത്ത് എഴുതാം. എന്നിട്ട് അതിന്റെ എമൗണ്ട് എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് എടുത്ത് എഴുതാം. എത്ര? 1000 1K. ഇനി ക്യാഷിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള പർച്ചേസ് എഴുതി കൊടുക്കാം. എമൗണ്ട് എന്ത് ചെയ്യാം? ഇവിടെ 1K ആക്കി കൊടുക്കാം. ഇങ്ങനെ എഴുതുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. ക്ലിയർ ആയില്ലേ? സർ, അപ്പൊ ഇങ്ങനെ ഓൾറെഡി നമ്മൾ ക്യാഷിന്റെ ഒരു അക്കൗണ്ട് ആക്കിയിട്ടില്ലേ ലെഡ്ജർ? ഉണ്ടാക്കിയാണ്. ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിട്ട് വേറെ കാണിച്ചു തന്നെ. ഇതെല്ലാം ഇതിന്റെ ഉള്ളിലാണ് എഴുതണ്ടേ. ക്യാഷിന്റെ ഉള്ളിൽ ഇതിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കല്ല? ഇതിനുള്ളിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ ഒരു ക്യാഷിന്റെ ബുക്കാണെന്ന് വെച്ചോളി. അപ്പൊ നമ്മൾ ഈ മൊത്തത്തിൽ നമ്മൾ ഈ സാധനം ചെയ്തു വരുമ്പോൾ ക്യാഷിന്റെ ലെഡ്ജർ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക.
ഞാൻ ജസ്റ്റ് ക്യാഷിന്റെ ലെഡ്ജർ ഒന്ന് കാണിച്ചു തരാം. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാഷിന്റെ ലെഡ്ജർ നമുക്ക് ഈ രീതിയിലായിരിക്കും ഉണ്ടാവാം. ഒന്ന് വരച്ചുതരാം. ഏതൊക്കെയല്ല നമുക്ക് ക്യാഷിന്? ഹലോ, ക്യാഷിന്റെ ഏതൊക്കെയല്ല പറഞ്ഞുതരാം. ക്യാഷിൻ്റെത് ഫസ്റ്റ് ഇവിടെ നമുക്ക് ആദ്യം വരുന്നത് ക്യാപിറ്റൽ ആയിരിക്കും. ക്യാപിറ്റൽ ഇവിടെ ഒരു 1 lakh ഉണ്ടാവും. ബാങ്ക് ക്യാപിറ്റൽ ഒരു 1 lakh ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു സെയിൽസ് വരും. ക്രെഡിറ്റിലുള്ള എല്ലാ ഭാഗത്തും എഴുതും. ഇത് നിങ്ങൾ പ്രാക്ടീസ് ആവട്ടോ. എനിക്കിത് ഓൾറെഡി എന്താ വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പീഡിൽ എഴുതി പോകുന്നത്. ഇത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അതെല്ലാം പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങൾ ഇങ്ങനെ വരും. കമ്മീഷൻ 500. ഓക്കെ. ഇനി ഇതേപോലെ ഇപ്പുറത്തെ ഭാഗത്ത് വരുന്നത് ബാങ്ക് ഒരു 10K വരും. അതിനുശേഷം പർച്ചേസ് വരും. നിങ്ങൾ മൊത്തത്തിൽ ഇത് ചെയ്തു തരുന്ന സമയത്ത് ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഫിഗർ വരിക. 1K. പിന്നെ വരുന്നത് സാലറി ഒരു 3K വരും. ഇങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങൾ മൊത്തത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നമുക്ക് എന്തുണ്ടാവാം, ഇത് കിട്ടി വരുന്നുണ്ടാവാം. ക്ലിയർ ആയോ? ഇത് ക്യാഷിന് ലെഡ്ജർ ആണ്. ഇതേപോലെ ക്യാപിറ്റൽ ലെഡ്ജർ വരും, പർച്ചേസിന് ലെഡ്ജർ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു ജേണൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ടോ ആ അക്കൗണ്ട്സിനൊക്കെ സെപ്പറേറ്റ് എന്ത് ചെയ്യണം, ഓരോ ലെഡ്ജർ ഉണ്ടാക്കി വെക്കണം. ഇനി ഒരേപോലത്തെ സാധനം ഒരേ ബുക്കിൽ എഴുതിയാൽ മതി. മീൻസ് വൺസ് ഒരു ക്യാഷ് ഉണ്ടാക്കി പിന്നെ ക്യാഷ് വരികയാണെങ്കിൽ ആ ക്യാഷിനകത്ത് എഴുതിയാൽ മതി. ഒരു പ്രാവശ്യം പർച്ചേസ് ഉണ്ടാക്കി വീണ്ടും പർച്ചേസ് വരികയാണെങ്കിൽ ആ പർച്ചേസിൽ എഴുതിയാൽ മതി. സെയിൽസ് ഉണ്ടാക്കി വീണ്ടും സെയിൽസ് വരികയാണെങ്കിൽ അപ്പോൾ ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിലെല്ലാത്തിനും സെയിൽസ് ഉണ്ടെങ്കിൽ സെയിൽസിന് ഒറ്റ ലെഡ്ജർ മതി. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു കണക്കിനകത്ത് ക്യാഷ് എന്ന് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു. അങ്ങനെ ക്യാഷിന്റെ കണക്കുകൾ നമ്മളിങ്ങനെ മൊത്തം എഴുതുകയാണെങ്കിൽ ക്യാഷിന്റെ ലെഡ്ജർ മൊത്തത്തിൽ ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇതേപോലെ ക്യാപിറ്റലിന് ഒരു ലെഡ്ജർ ഉണ്ടാവും, ബാങ്കിന് ഒരു ലെഡ്ജർ ഉണ്ടാവും, പർച്ചേസിന് ഒരു ലെഡ്ജർ ഉണ്ടാവും, സെയിൽസിന് ഒരു ലെഡ്ജർ ഉണ്ടാവും, സാലറിക്ക് ഒരു ലെഡ്ജർ ഉണ്ടാവും, കമ്മീഷൻ റിസീവ്ഡിന് ഒരു ലെഡ്ജർ ഉണ്ടാവും. ഇങ്ങനെ എല്ലാം വേറെ വേറെ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്ലിയർ ആയോ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ജേണലിലെ ഓരോ സംവിധാനത്തിനെയും സെപ്പറേറ്റ് ആക്കി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കാനും വേണ്ടി നമ്മൾ എടുത്ത് എഴുതുന്ന ആ ഒരു സംവിധാനത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ലെഡ്ജർ എന്ന് വിളിക്കുക. അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുന്ന ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് പോസ്റ്റിംഗ്. സെറ്റ് അല്ലേ? ഡെയിലി ചെയ്യണം, എങ്കിലേ പ്രോപ്പർ ആവും. ഡെയിലി ചെയ്യണം, അപ്പോഴേ പ്രോപ്പർ ആവുള്ളൂ. നമുക്ക് തോന്നുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാസാവസാനം തല ചൊറിഞ്ഞിരിക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഈ സാധനം ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇത് മാനുവൽ ചെയ്യുന്ന സംവിധാനത്തിലാണ്. കമ്പ്യൂട്ടറൈസ് നമുക്ക് വളരെ ഈസിയാണ്, അതുകൂടി നമുക്ക് പറയാം. ഇനി അപ്പൊ ക്ലാസിഫിക്കേഷൻ നമ്മൾ എങ്ങനെയാന്ന് പറഞ്ഞു, ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അതിനെങ്ങനെയാണ് പോസ്റ്റ് ചെയ്യേണ്ട രീതിയും പറഞ്ഞു. ഇനിയിപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വലിയ കാര്യമുണ്ടോ? ഇങ്ങനെ കുറെ കടലാസിൽ ഇങ്ങനെ എഴുതി എന്നുള്ളതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ഇതിന്റെ ബാലൻസ് എത്രയാണെന്നുള്ളത് കിട്ടണം. അതിനെയാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്നത്. ഇനി ഇതിനെങ്ങനെയാണ് നമ്മൾ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ രണ്ട് ഭാഗത്ത് ഇത് നമ്മൾ ടോട്ടൽ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ രണ്ട് ഭാഗത്തൊരു വര വരച്ചു, ഒരേപോലെ രണ്ട് ഭാഗത്തൊരു വര വരച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഇതിനെ ടോട്ടൽ ചെയ്യാൻ വേണ്ടി പോകണം. ഇതൊന്ന് കൂട്ടണ്ടേ? കൂട്ടി എഴുതിയാലല്ല മനസ്സിലാവുള്ളൂ, അല്ലാതെ ഇങ്ങനെ വരച്ചോണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ നോക്കുക, ഈ ഭാഗത്ത് എത്രയുണ്ട്, ഇതിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞേ, ഈ ഒരു എമൗണ്ടിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞേ. 102,500 അല്ലെ? നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ചെയ്താ 102,500. ഈ ഭാഗത്തോ 14,000. 14 വരിക? അല്ല, 104. 104 വരിക? 10K അല്ലേ? ഇവിടെ എത്ര വരിക? ഒരു മിനിറ്റ്, എന്തൊക്കെയോ തെറ്റുണ്ടല്ലോ മനുഷ്യന്മാരെ. ഇവിടെ 102 അല്ലേ? അതെ. ഇതല്ലേ വരിക? അതെ. 102,500. ഈ ഭാഗത്തോ 14. ഇവിടെ 14,000. ശ്രദ്ധിച്ചോളെ, നോക്കേ. അപ്പൊ ആദ്യത്തെ പണി എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് മാറ്റി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പൊ ഈ ഒരു ഭാഗത്ത് 1,02,500 ഉണ്ട്, ഈ ഒരു ഭാഗത്ത് 14,000 ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും നമ്മൾ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ഏറ്റവും ഹയസ്റ്റ് വാല്യൂ എന്ത് ചെയ്യുക, രണ്ട് ഭാഗത്തും എടുത്ത് ചെയ്ത്. ഇപ്പൊ ഞാനിവിടെ 102,500 14, ഇതിലേതാ ഏറ്റവും വലുത്? 102,500. അപ്പൊ 102,500 എന്താ, ഈ 14 ഒഴിവാക്കിയിട്ട് ഈ 102,500 എന്ത് ചെയ്യാം,
ഇവിടെ നമ്മൾ എഴുതാം. ക്ലിയർ ആയോ? ഈ 102,500 തന്നെ നമ്മൾ ഇവിടെ എഴുതാം. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ഈ 102,500 ആവാന് എത്ര രൂപ ബാലൻസ് ഉണ്ട്? 86,500. 58,500. എത്ര എത്ര രൂപ ബാലൻസ് ഉണ്ട്? 88. 88,500. 88,500. 87,500. 88,500 അല്ലേ വരാ? 102. അതെ. 88,500. ക്ലിയർ ആയില്ലേ? ഇതാണ് നമുക്ക് ഇതിന്റെ ബാലൻസ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ലെഡ്ജർ എടുക്കാം. ലെഡ്ജർ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓരോന്ന് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്തിട്ട് രണ്ട് ഭാഗം കൂട്ടി നോക്കുക. ഏറ്റവും കൂടുതലുള്ള എമൗണ്ട് രണ്ട് ഭാഗത്ത് ഈക്വൽ എടുത്ത് എഴുതുക. എന്നിട്ട് എവിടെയാണോ ബാലൻസ് കുറവുള്ളത് അവിടെ ബാലൻസ് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ആ എമൗണ്ട് ഇടുക. അപ്പൊ ഇവിടെ എന്തായി? ഈ ഭാഗം ടോട്ടലായി. ഈ ഭാഗം 102,500 ആയി. ഈ ഭാഗം 102,500 ആയി. ഇനി ഒരാൾ ചോദിക്കുകയാണ് ഇപ്പൊ എത്ര കയ്യിൽ ക്യാഷ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാലൻസ് എമൗണ്ട് ആണ് ഇപ്പൊ നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, 1,00,000 രൂപ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നു. സെയിൽസിൽ നിന്ന് കച്ചവടത്തിന് 2,000 രൂപ കിട്ടി. കമ്മീഷനായിട്ട് 500 രൂപ കിട്ടി. മൊത്തം 1,02,500 രൂപയാണ് നമുക്ക് എന്ത് കിട്ടിയത്? പൈസയായിട്ട് കിട്ടിയത് അല്ലേ? അതിൽ നിന്ന് നമ്മൾ ഇത്ര പൈസ ബാങ്കിൽ കൊണ്ടിട്ടു, ഇത്ര പർച്ചേസ് ചെയ്യാൻ എക്സ്പെൻഡ് ചെയ്തു, സാലറി കൊടുക്കുക ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 88,500. ഇതാണ് ഇതിന്റെ മനക്കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രേ ഉള്ളൂ സംഭവം, ഇത്രേ ഉള്ളൂ. ഓരോന്നിന്റെയും ബാലൻസ് നമുക്കറിയണം. ഇതിപ്പോ നമുക്ക് ചെറിയ കണക്കായതുകൊണ്ട് നമ്മൾ ഇത്ര കിട്ടിയ ഇത്ര കൊടുക്കാൻ ഇത്ര നമുക്ക് കിട്ടും. ലക്ഷക്കണക്കിന് ട്രാൻസാക്ഷൻ അറ്റ് എ ടൈമിൽ ലുലുമാളിലൊക്കെ കൗണ്ടർ സൈഡ്സിൽ എത്ര രൂപേന്റെ കച്ചവടം നടക്കും അറ്റ് എ ടൈം? ഒരേ ടൈം എത്ര സെയിൽ നടക്കും? കേട്ടേണേ, ഒരേ സമയം എത്ര സെയിൽ നടക്കും? ഒരേ സമയത്ത് എന്തൊക്കെ പേയ്മെന്റുകൾ നടക്കണോ? ഇതെല്ലാം പാടെ ഒറ്റ കുളത്തിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ആദ്യം നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്തു. അതിനെ നമ്മൾ വേണ്ട രീതിയിൽ ക്ലാസിഫൈ ചെയ്തു വെച്ചു. ക്ലാസിഫൈ ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്തു? മൊത്തം സമ്മറൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? നമ്മൾ അതിനെ ബാലൻസ് ചെയ്തു. അപ്പൊ മുകളിൽ എഴുതുന്ന ബാലൻസിന്റെ ബ്രാക്കറ്റിൽ CD എന്ന് എഴുതും. ക്യാരി ഡൗൺ എന്നാണ് അതിനെ എഴുതാം. ബാലൻസ് CD എന്ന് തന്നെ പറയാം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? സാറേ ഒരു ഡൗട്ട്. ചോദിക്കും, പെട്ടെന്ന് ചോദിക്കും. എന്താ ഈ ഡെബിറ്റില് 2 ക്യാഷ് 2 ക്യാപിറ്റൽ അങ്ങനെ 2 ഇങ്ങനെ എഴുതി പോണോ? അങ്ങനെ മറ്റൊടുത്ത് എഴുതണം നിർബന്ധമല്ല. മുന്നൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. ഇപ്പൊ ഇവിടെ പണ്ട് കാലത്ത് ഇവിടെ 2 ക്യാപിറ്റൽ 2 സെയിൽസ് 2 കമ്മീഷൻ എഴുതും. ഇവിടെ ബൈ ബാങ്ക് ബൈ പർച്ചേസ് ബൈ. ഇന്നിപ്പം ബൈയും 2 ഒന്നും സാധാരണ ഇതിൽ എഴുതില്ല. ഈ ക്യാരി ഡൗൺ ബ്രോ ഡൗൺ അവിടെ ഇവിടെ അതേപോലെ തന്നെ ബാലൻസ് CD എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഓക്കെ, ഇനി ബാലൻസ് എന്ന് എഴുതി കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും അത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതേപോലത്തെ മറ്റൊരു ലെഡ്ജറും കൂടി വരച്ചുതരാം. അപ്പൊ നമ്മൾ ക്യാഷിന്റെ ലെഡ്ജർ വരച്ചു. ഇനി ഇതുപോലെ ക്യാപിറ്റലിന്റെ ലെഡ്ജർ എങ്ങനെയായിരിക്കും ഉണ്ടാവാം? ഉദാഹരണം അതെന്താണ് ക്യാപിറ്റൽ ലെഡ്ജർ? നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്യാപിറ്റൽ ലെഡ്ജർ വരച്ചു നോക്കാം. ക്യാപിറ്റൽ ലെഡ്ജറിൽ എങ്ങനെ ഉണ്ടായിരുന്നേ? ബൈ ക്യാഷ് എന്ന് ഇവിടെ ഉണ്ടാവും ഒരു എമൗണ്ട് അല്ലെ? ബൈ എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ബൈ ഉണ്ടാവും. അല്ലെങ്കിൽ ക്യാഷ് എന്നുണ്ട് ഇവിടെ 1 lakh കൊടുക്കും. ഇനി ഈ ഭാഗത്ത് ഒരു ട്രാൻസാക്ഷനും ഇല്ല. ശ്രദ്ധിക്കണേ, ഈ ഭാഗത്ത് ഒരു ട്രാൻസാക്ഷൻ ഇല്ല. ഇങ്ങനെ ചില ഭാഗത്ത് സിംഗിൾ മാത്രമായിട്ട് വരും. ഈ ഭാഗത്ത് ഒരു ട്രാൻസാക്ഷൻ ഇല്ല. ഇനി നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യണം. ഇനി വേറെ ഒന്നും ഇല്ല ഇതിനകത്ത്, ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒന്നും വരാനില്ല. അപ്പൊ രണ്ട് ഭാഗത്തും കയറി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓരോ ഭാഗം നോക്കാം. ഈ ഭാഗത്ത് എത്രയുണ്ട്? ഈ ഭാഗത്ത് 1 lakh. ഈ ഭാഗത്തോ 0. അപ്പൊ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 1 lakh അല്ലേ? ആ 1 lakh എന്ത് ചെയ്യാ? ഇവിടെ എടുത്ത് എഴുതാ. ആ 1 lakh ഇവിടെ എടുത്ത് എഴുതാ. എന്നിട്ട് എന്ത് ചെയ്യാ? എത്ര എവിടേക്ക് ബാലൻസ് ഉണ്ട്? ഇനി 1 lakh അവൻ എത്ര ബാലൻസ് വേണം? 1 lakh വേണം. അപ്പൊ ആ എമൗണ്ട് എന്ത് ചെയ്യും? എടുത്ത് എഴുതും. ഇവിടെ എഴുതും 1 lakh. ഇങ്ങനെയാണ് ഇതിനെ ബാലൻസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ എത്ര ക്യാപിറ്റൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,00,000 രൂപ ക്യാപിറ്റൽ ഉണ്ടെന്നിട്ടുണ്ട്. ഇനി വല്ലവനും ഇവിടുന്ന് ക്യാപിറ്റൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചു പോകുന്ന എമൗണ്ട് ഇവിടെ കാണിക്കും. അപ്പൊ അതിന്റെ ബാലൻസ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഓരോ ലെഡ്ജറുകളും നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഉണ്ട്. ഇതേപോലെ എന്ത് ചെയ്യണം? ബാങ്ക് നമ്മൾ ബാലൻസ് ചെയ്യണം, പർച്ചേസ് നമ്മൾ ബാലൻസ് ചെയ്യണം, സെയിൽസ് നമ്മൾ ബാലൻസ് ചെയ്യണം, സാലറി നമ്മൾ ബാലൻസ് ചെയ്യണം, കമ്മീഷൻ റിസീവ്ഡ് എന്ത് ചെയ്യണം? നമ്മൾ ബാലൻസ് ചെയ്യണം. സെറ്റ് ആയോ? ക്ലിയർ ആയോ? എല്ലാവരും വീഡിയോയിൽ വന്നിട്ടില്ലെങ്കിൽ ഉറങ്ങി തൂങ്ങുക. അക്കൗണ്ട്സ് ആണ്. ഉറങ്ങി തൂങ്ങി കഴിഞ്ഞാൽ കൈമൊന്ന് പോകും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും അവ്യക്തത ഉണ്ടോ? തെറ്റല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സെറ്റാണ്. ആർക്കത് ഡൗട്ട്? പെട്ടെന്ന് ചോദിച്ചാൽ
ഡിസ്കൗണ്ട് അലൗഡ് ബൈ ക്യാഷ് അപ്പൊ എങ്ങനെ ഇതിനെ നമ്മള് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ക്യാഷ്. അപ്പൊ അതിന്റെ ജേണൽ എൻട്രി എന്താ വരിക? ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ബൈ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അല്ല, ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ബൈ ക്യാഷ് അക്കൗണ്ട് ടു ഡിസ്കൗണ്ട് ഡെപ്റ്റ് ടു ബൈ ഡെപ്റ്റർ. ക്യാഷ്. എന്നിട്ട് ഡിസ്കൗണ്ടിന്റെ ലെഡ്ജർ ഉണ്ടാക്കാം, ക്യാഷിന്റെ ലെഡ്ജർ ഉണ്ടാക്കാം. ഡിസ്കൗണ്ടിന്റെ ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? ക്യാഷ് നിർത്തി എഴുതാം. ക്യാഷിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് ഡിസ്കൗണ്ട് നിർത്തി എഴുതാം. ഡിസ്കൗണ്ട് ടാലി ചെയ്യാം, ടോട്ടൽ ചെയ്യുക, എത്രയാണോ ബാലൻസ് നോക്കാം, മുകളിൽ നിന്ന് ബാലൻസിന് എടുത്ത് എഴുതാം. ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഈ കഴിഞ്ഞ ആൾക്കാരൊന്ന് മ്യൂട്ട് ചെയ്യേ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിലെ വോയിസ് ബാക്കിയുള്ള ആൾക്ക് പ്രോബ്ലം ആവും. ഒന്ന് മ്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ലെഡ്ജർ പഠിച്ചു, ജേണൽ പഠിച്ചു, ഇതിന്റെ ടോട്ടലും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പൊ ഇതിനെ ഇനിയിപ്പോ നമ്മൾ ക്യാഷിന്റെ ലെഡ്ജറിലേക്ക് തന്നെ പോവാം. ക്യാഷിൽ എത്ര ബാലൻസ് വന്ന്? 88,500. ഇനി ഈ എമൗണ്ടിനെ നമ്മൾ നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കൊണ്ടുപോയിട്ട് എഴുതും. എന്ത് ഇവിടെ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുപോകും. അപ്പൊ ഓപ്പോസിറ്റ് എഴുതുമ്പോൾ ബ്രോഡോൺ എന്ന് എഴുതും. മുകളിൽ എഴുതിയ സാധനത്തിന്റെ ബ്രോഡോൺ എഴുതി താഴത്തേക്ക് എടുത്ത് എഴുതി. അതാണ് ബി ഡി എന്നുള്ളത്. ഇതേ എമൗണ്ട് എന്ത് ചെയ്യണം? നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് എഴുതണം. ഇതാണ് അക്കൗണ്ട്സിനകത്ത് ലെഡ്ജറിനകത്ത് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ളത്. ക്ലിയർ ആയോ? നേരെ ഓപ്പോസിറ്റ് എടുത്ത് എഴുതിയ ബാലൻസ് ബ്രോഡോൺ ബി ഡി എന്ന് വേണമെങ്കിൽ എഴുതാം, എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബ്രോഡോൺ ബാലൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോഡോൺ ബാലൻസ് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം? അടുത്ത ട്രയൽ ബാലൻസ് ഒക്കെ നമ്മൾ മുന്നോട്ടേക്ക് പോകുക ബ്രോഡോൺ ബാലൻസിന്റെ ബേസിലാണ്. ക്ലിയർ ആയോ? സെറ്റ് ആയോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. ഡൗട്ട് ഇല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ ഇതിനകത്ത് കുറെ പറയാനൊന്നുമില്ല. നേരത്തെ എഴുതിയ സാധനത്തിനെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുക, ഇപ്പുറത്തേക്ക് എടുത്ത് ചെയ്തിട്ട് കൂട്ടിയിട്ട് അതിന്റെ ബാലൻസ് എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എഴുതുക. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയും, പിന്നെ ബാലൻസിങ് എന്ന് പറയും. ബാലൻസ് ചെയ്ത ആ ഒരു എമൗണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രോഡോൺ ബാലൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം. ഇതുമായി ബന്ധപ്പെട്ട അസൈൻമെന്റ് ആപ്പിനകത്ത് തരും, ആപ്പിൽ തന്നെ സബ്മിറ്റ് ചെയ്യാം. പഴയ പോലെയല്ല, ആപ്പിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു, അത് നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ, റെക്കോർഡിംഗ് കഴിഞ്ഞു, ക്ലാസിഫൈ കഴിഞ്ഞു. മൂന്നാമത്തെ ഫംഗ്ഷൻ ആണ് സമ്മറൈസിങ്. എഴുതി വെച്ചോളൂ. സമ്മറൈസിങ് എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, സമ്മ ചെയ്യുക, ഷോർട്ട് ചെയ്യുക. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ 500 ലെഡ്ജറുകളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 500 എന്നല്ല കേട്ടോ, അതിനേക്കാൾ കൂടുതൽ ലെഡ്ജർ ഉണ്ടാവും. ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 10-35ഓളം ലെഡ്ജർ, അല്ലെങ്കിൽ ഒരു 50ഓളം ലെഡ്ജറുകൾ. കുറച്ചുകൂടി വലുതാണെങ്കിൽ ഒരു 100ഓളം ലെഡ്ജറുകൾ ഉണ്ടാവും. അങ്ങനെ 100 പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ, ഇപ്പോൾ നമ്മളൊരു ഓണർ ആണെന്ന് വിചാരിച്ചോളൂ, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഓണർ ആണെന്ന് വിചാരിച്ചോളൂ. ഒരു 100 പേപ്പർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്തെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? കിട്ടും മനുഷ്യന്മാരെ, പറ്റുമോ? എടാ, നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓണറാന്ന് വിചാരിക്കും, ബിസിനസ്സിന് ഓണർമാരാന്ന് വിചാരിക്കും. നിങ്ങളെ മുമ്പിൽ നിങ്ങളൊരു അക്കൗണ്ടന്റ് ഒരു 10-200 പേപ്പറായിട്ട് വന്നത്, സാറേ ഈ മാസത്തെ കണക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താട്ടാ ഭ്രാന്ത് പിടിക്കും. ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് എന്താണ് ഇതുകൊണ്ടെന്ന് കാട്ടാ, ഈ പേപ്പറോട് ചുറ്റി വലിച്ചോണ്ട് എറിയും അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ സമ്മ ചെയ്യുക, ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സമ്മറൈസിങ് എന്ന് വിളിക്കാം. അതായത് നേരത്തെ എഴുതിയിട്ടുള്ള ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളെയും ഷോർട്ട് ആക്കിയിട്ട് എഴുതുന്ന ആ ഒരു രൂപത്തിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയാം. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. എഴുതി വെച്ചോളൂ. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. ഇപ്പൊ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ എഴുതിയിട്ടുള്ള ലെഡ്ജറുകളെല്ലാം ഷോർട്ട് ആക്കിയിട്ട് ചുരുക്കി എഴുതുക എന്നുള്ളതാണ് ട്രയൽ ബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ട്രയൽ ബാലൻസ് ചെയ്തിട്ട് നമുക്കത് ഫുള്ള് കറക്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഉറപ്പിക്കാം ഇതുവരെ ചെയ്ത കണക്കിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പിക്കാം. ട്രയൽ ബാലൻസിന്റെ റെഡി ആണെങ്കിൽ. ട്രയൽ ബാലൻസ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ. ട്രയൽ ബാലൻസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ടേക്ക് പോകാനൊക്കെ പറ്റും. സാധാരണ ഇതിൽ അക്കൗണ്ട്സിന്റെ ഭാഷയിൽ TB എന്നാണ് എന്നെ വിളിക്കുക. ട്രയൽ ബാലൻസിന്റെ ഷോർട്ട് TB എന്നാ. അക്കൗണ്ട്സിലൊക്കെ പോകുമ്പോഴേ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ പല സ്ഥാപനത്തിലെ അക്കൗണ്ടിലേക്ക് ആ TB എടുത്തു വരിക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഉദ്ദേശിച്ചത് ട്രയൽ ബാലൻസ് ആണെന്നല്ല. അപ്പൊ അക്കൗണ്ട്സിൽ കോമൺ ആയിട്ട് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ TB. എങ്ങനെ? ട്രയൽ ബാലൻസിലാണോ ടാലി ആവാറ്?
അല്ല ട്രയൽ ബാലൻസ് എല്ലാത്തിലും ടാലി ആണോ? ലെഡ്ജറിലും ടാലി ആണ്. അപ്പൊ ലെഡ്ജറിൽ ടാലി ആവാത്തപ്പോൾ നമ്മൾ ടാലി ആക്കിയണ്ടില്ലേ? ആ ബാലൻസ് ചെയ്ത് ടാലി ആക്കി. ഇനി ട്രയൽ ബാലൻസിൽ എന്ത് ചെയ്യണം? ടാലി ആവണം. ട്രയൽ ബാലൻസിലും ടാലി ആക്കിയില്ലെങ്കിൽ നമ്മൾ ടാലി ആക്കും. ആ ടാലി ആക്കുന്നിടത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ എന്താണ് അങ്ങനെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെന്താ ചെയ്യാന്നുള്ളത് നമുക്ക് പറയാം. ടാലി ഒരിക്കലും ടാലി ആവാത്ത രീതിയിൽ ആവരുത്. ടാലി ആവാത്ത രീതിയിൽ ആയി എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ ഒരു സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം വരും. സസ്പെൻസ് അക്കൗണ്ട് നമ്മൾ പറയാം ലാസ്റ്റ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നേരത്തെ എഴുതിയ 10-200 പുസ്തകത്തിനെ ഒറ്റ ബുക്കാക്കിയിട്ട് ഒറ്റ പേപ്പറാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് വിളിക്കുക. സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ട്രയൽ ബാലൻസ് ആണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ ഇതുണ്ടെങ്കിൽ അക്കൗണ്ട് നമുക്ക് പെർഫെക്റ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ട്രയൽ ബാലൻസിൽ കറക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഉറപ്പിച്ചോ, ഇതിന് മുമ്പ് നടന്ന എവിടെയോ നടന്ന ഒന്നെങ്കിൽ ജേണലിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ലെഡ്ജറിൽ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇതിന്റെ ശേഷമുള്ളത് നോക്കിയാൽ മതിയല്ലോ, അല്ല മുമ്പുള്ളത് നോക്കിയാൽ മതിയല്ലോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ അല്ലേ? സാറ് ട്രയൽ ബാലൻസ് ഇല്ലാത്ത കണ്ടീഷൻ ഉണ്ടാവും. ട്രയൽ ബാലൻസ് ഇല്ലാത്ത auditors- കണ്ടീഷൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യൽ നിർബന്ധമല്ല അക്കൗണ്ട്സിൽ. ഇത് നമ്മുടെ അപ്പൊ ഈ അക്കൗണ്ട്സ് ക്ലിയർ auditor- ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പൊ ഈ അങ്ങനത്തെ കേസിൽ ഓഡിറ്റേഴ്സ് ഒക്കെ വരുമ്പോ അവർക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുക? മൊത്തം അക്കൗണ്ട്സ് ബാലൻസും ഓഡിറ്റേഴ്സ്, അതായത് ഈ ചില കേസുകളിൽ ഇപ്പൊ നമുക്കിപ്പോ UAE നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് അവിടുത്തെ ഒരുപാട് ബാലൻസിങ് ഇല്ലാത്ത കുറെ കമ്പനികളുണ്ട്. നമ്മൾ അവരോടൊക്കെ എല്ലാവരും വിളിച്ചു ചോദിക്കടാ TB ഉണ്ടോന്ന് ചോദിക്കും. അതായത് നമ്മൾ എളുപ്പപ്പണിക്കാണ് TB ഉണ്ടോന്ന് ചോദിക്കുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യണ്ട, ജേണൽ ചെയ്യണ്ട, ലെഡ്ജർ ചെയ്യണ്ട, TB മാത്രം കിട്ടിയാൽ എന്ത് ചെയ്യാം? പണി ഈസിയായി. ക്ലിയർ ആയില്ലേ? ഈ 2 പ്രോസസ്സും കഴിഞ്ഞ് മൂന്നാമത്തെ സാധനമല്ലേ ട്രയൽ ബാലൻസ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്താൽ മതി. ഇതിന്റെ ബേസിൽ P&L ബാലൻസ് ഷീറ്റാണ് ചെയ്താൽ മതി. ഇതില്ലാത്ത കേസിലാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അവരുടെ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ചെക്ക് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യണം, കൊടുത്ത കമ്മീഷൻ ഇതൊന്നും ഉണ്ടാവില്ല അവരുടെ അടുത്ത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ധവളപത്രം ഉണ്ടാക്കുന്ന മാതിരി എന്ത് ചെയ്യണം? ഉണ്ടാക്കി വലിച്ചു കൊണ്ടുവരണം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ പോലത്തെ ഓഡിറ്റേഴ്സ് ബാങ്ക് ചോദിക്കാടാ TB ഇങ്ങോട്ട് അയക്കുമെന്ന് പറയും. അത് നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ ചെയ്യാറേ. അങ്ങനെ ചോദിക്കണം എന്തിനാണോ? ചോദിക്കാം. ബാക്കിയുള്ള പണി നമുക്ക് എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ നിങ്ങൾ TB ഇല്ല എന്ന് പറഞ്ഞോക്കി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. TB ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ ചോദിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതുവരെ കൊടുത്ത് അവിടെ നടന്ന ട്രാൻസാക്ഷൻ മുഴുവൻ ഡീറ്റെയിൽ എടുത്ത് തരുമെന്ന് പറയും. അടുത്ത ചോദ്യം അതായിരിക്കും. കണ്ണെന്താ ഡം ഫയൽ? അത് എന്തിനാ ചോദിക്കുന്നത്? ഈ പണികളൊന്നും നിങ്ങൾ ചെയ്യാത്തോണ്ടാണ്. ക്ലിയർ ആയില്ലേ? അങ്ങനെ നമ്മൾ ഇതിനിങ്ങനെ പ്രാക്ടിക്കൽ ആയിട്ട് കണ്ടാണ് പഠിച്ചാൽ മതി. ഇതെന്തുകൊണ്ട് എങ്ങനെ ചോദിക്കും? ഞങ്ങളൊക്കെ TB ചോദിക്കും എപ്പോഴും. TB ഇല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അവിടെ അക്കൗണ്ടന്റ് ഇല്ല. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഒരാൾ പറഞ്ഞ TB അയക്കുന്ന പറയുമ്പോ അപ്പോ ബാങ്ക് സ്റ്റേറ്റ്മെന്റും മറ്റേതൊക്കെയാണ് അയച്ചതെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ച അവിടെ ഒരു അക്കൗണ്ടന്റ് ഇല്ല. അപ്പൊ നമ്മൾ ഫുള്ള് പണി എടുക്കേണ്ടി വരും ഫ്രം സ്ക്രാച്ച്. അത് ഭയങ്കര ഒരു പണിയാണ്. ഇപ്പൊ TB എന്താന്ന് കിട്ടിയില്ലേ? അപ്പൊ അക്കൗണ്ട്സിൽ നോർമലി ഇതിനെ വിളിക്കുക TB എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ഇതിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചോളൂ. ഈ ഫോർമാറ്റ് ഒക്കെ നമുക്കൊരു പ്രസന്റായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ഇത് IFR ഓരോന്നിലും ഓരോ രീതിയിലാണ് ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ വരുന്നത്. ഇവിടെ ഒരു പർട്ടിക്കുലർ then debit, കുറച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ്. ഇതാണ് ഇതിന്റെ ഫോർമാറ്റ്. ഓക്കെ, ഡേറ്റും കാര്യങ്ങളൊന്നുമില്ല. പർട്ടിക്കുലർ, ഡെബിറ്റ്, ക്രെഡിറ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ലെഡ്ജറിൽ നിന്ന് എങ്ങനെയാണ് സമ്മറൈസ് ചെയ്തിട്ടുള്ള ട്രയൽ ബാലൻസിലേക്ക് എങ്ങനെയാണ് ഡാറ്റ മാറ്റുന്നത് ആലോചിക്കാം. ഇത് നോക്കണേ. ആദ്യത്തെ സാധനം ക്യാഷ്. നമുക്ക് ഏതൊക്കെ ലെഡ്ജറാ ഉള്ളത്? ഏതൊക്കെ ലെഡ്ജർ ഉണ്ടായിരുന്നത്? ഏതൊക്കെ ലെഡ്ജർ? അപ്പൊ ഓരോ ലെഡ്ജർ ചെയ്താ ക്യാഷ് നോക്കണേ. ക്യാഷ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ബാങ്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, സെയിൽസ് ഉണ്ട്, സാലറി ഉണ്ട്, കമ്മീഷൻ റിസീവ്ഡ് ഉണ്ട്.
ഇത്രയും ലെഡ്ജറുകൾ ഉണ്ട്. നോക്കണേ, ഇത്രയും ലെഡ്ജറുകൾ ഉണ്ട്. ഈ ലെഡ്ജറുകളെല്ലാം ഒറ്റ പേപ്പറിനകത്താണ് എഴുതി വെക്കാം. അപ്പൊ 100 ഉണ്ടെങ്കിൽ 100 എഴുതി വെക്കാം. ക്ലിയർ ആയല്ലോ? എന്നിട്ട് ഇനി ക്യാഷിന്റെ ബാലൻസ് ആണ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത്. ക്യാഷിന്റെ ബാലൻസ്. അപ്പൊ നമ്മൾ ക്യാഷിന്റെ ലെഡ്ജർ എടുക്കുകയാണ്. ക്യാഷിന്റെ ലെഡ്ജർ, ഇതാണ് ക്യാഷിന്റെ ലെഡ്ജർ. ഇതേപോലെ ഓരോ ലെഡ്ജർ നമ്മൾ ഉണ്ടാക്കണുണ്ടോ? ക്യാഷിന്റെ ലെഡ്ജർ എടുത്തിട്ട് ബ്രോഡ് ഓൺ ബാലൻസ് ഡെബിറ്റ് ഭാഗത്താണോ ക്രെഡിറ്റ് ഭാഗത്താണോ എന്ന് ചെക്ക് ചെയ്യാം. ബ്രോഡ് ഓൺ ബാലൻസ്, ക്യാരിഡ് ഓൺ ബാലൻസ് അല്ലേ, ബ്രോഡ് ഓൺ ബാലൻസ് താഴത്തേക്ക് എടുത്ത് എഴുതിയ ഭാഗത്ത് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ നോക്കുക. അത് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കിടക്കുന്നത്? ഡെബിറ്റില്. എത്ര എമൗണ്ട് ഡെബിറ്റില്? 88,500. അപ്പൊ എന്ത് ചെയ്യാം? നമ്മളെ ട്രയൽ ബാലൻസ് എടുക്കുക. ട്രയൽ ബാലൻസ് എടുത്തിട്ട് ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? 88,500 എന്ന് എടുത്ത് എഴുതാം. ക്ലിയർ ആയോ? ബ്രോഡ് ഓൺ ബാലൻസ് എവിടെയാണ് കിടക്കുന്നത് അവിടെ എടുത്ത് എഴുതാം. ഇനി അടുത്തത് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റലിന്റെ ബ്രോഡ് ഓൺ ബാലൻസ് ഡെബിറ്റിലാണോ ക്രെഡിറ്റിലാണോ കിടക്കുന്നത്? നോക്കാം. ഡെബിറ്റ്. ഇതല്ലേ അല്ല, ബ്രോഡ് ഓൺ credit. ബാലൻസ്? എവിടെ? ക്രെഡിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റ്. ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഈ ബാലൻസ് ഇതാണ് ക്യാപിറ്റലിന്റെ ബ്രോഡ് ഓൺ ബാലൻസ്. ഇതിനെ നേരെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ ബാലൻസ് ബ്രോഡ് ഓൺ ചെയ്തിട്ട് ഇങ്ങനെയല്ലേ വരാം. ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ 1 lakh ഇപ്പുറം വരും. ഓക്കെ, ആ എമൗണ്ട് എന്ത് ചെയ്യാം? ഇവിടെ എടുത്തിട്ട് നമ്മൾ എഴുതാം 1 lakh. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഇതേപോലെ ബാങ്ക് ചെക്ക് ചെയ്യാം. ബാങ്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന്റെ ഡെബിറ്റ് ഭാഗത്തായിരിക്കും 10K വരുന്നുണ്ടാവുക. ആ ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? 10K എടുത്ത് എഴുതാം. പർച്ചേസ് ചെക്ക് ചെയ്യുമ്പോൾ പർച്ചേസിന്റെ ഡെബിറ്റ് ഭാഗത്തായിരിക്കും ഉണ്ടാവുക. ഡെബിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? 1K എന്നുള്ളത് എമൗണ്ട് എടുത്ത് എഴുതാം. നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ബാലൻസ് കിട്ടും. സെയിൽസ് ഇതിന്റെ ക്രെഡിറ്റ് ഭാഗത്തായിരിക്കും കിടക്കുന്നുണ്ടാവുക. സെയിൽസ്. അപ്പൊ നേരെ എന്ത് ചെയ്യാം? സെയിൽസിന്റെ ക്രെഡിറ്റ് ഭാഗത്ത് എന്ത് ചെയ്യാം? എമൗണ്ട് 2K എന്നുള്ളത് എടുത്ത് എഴുതാം. കറക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇത് കിട്ടുക. സാലറി ഡെബിറ്റ് ഭാഗത്തായിരിക്കും. ഡെബിറ്റ് ഭാഗത്ത് വരുന്നത് 3K ആയിരിക്കും വരുന്നത്. ഓക്കെ, കമ്മീഷൻ റിസീവ്ഡ് ക്രെഡിറ്റ് ഭാഗത്തായിരിക്കും വരുന്നുണ്ടാവുക. ക്രെഡിറ്റ് ഭാഗത്ത് 500 എന്ത് ചെയ്യും? എമൗണ്ട് വരും. ക്ലിയർ ആയോ? സെറ്റ് ആയോ? ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യാം? ഇതിന്റെ രണ്ട് ഭാഗം ഒന്ന് എന്ത് ചെയ്യാം? ടാലി ആക്കി നോക്കാം. രണ്ട് ഭാഗം ടാലി ആക്കി ഒന്ന് കൂട്ടി നോക്കി. 1 lakh 2 102,500. 102,500. 102,500 ഇവിടെയും വരും. 102,500 ഇവിടെയും വരും. ഇത് രണ്ട് ഭാഗത്തും ഈക്വൽ അല്ലെങ്കിൽ അരിത്തമാറ്റിക്കലി കണക്ക് പ്രകാരം നമ്മുടെ അക്കൗണ്ട്സിന് എന്തോ പ്രോബ്ലം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? സിമ്പിൾ ആണ്. ഇവിടെ എഴുതേണ്ടത് ബ്രോഡ് ഓൺ ബാലൻസ് ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതേണ്ടത്. ബ്രോഡ് ഓൺ ബാലൻസ് ഡെബിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് ഭാഗത്ത് എഴുതുക. ബ്രോഡ് ഓൺ ബാലൻസ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ഭാഗത്തും എടുത്ത് എഴുതുക. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ. വീഡിയോയിൽ വരും മക്കളെ. വീഡിയോയിൽ വരാഞ്ഞാൽ കൈമൊന്ന് പോവേ. അക്കൗണ്ട്സ് ആണ്, കൈമൊന്ന് പോകും. ഒന്നെങ്കിൽ എൻ്റെ മൊട്ടത്തലെങ്കിൽ കണ്ടുവിടാം നിങ്ങൾക്ക്. വീഡിയോയിൽ വരും. അപ്പൊ എന്താ പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ക്ലാസിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ലെഡ്ജർ. ജേണൽ. ജേണലില് എന്താ ചെയ്ത? ക്ലാസിഫിക്കേഷൻ ലെഡ്ജർ. ക്ലാസിഫിക്കേഷൻ ലെഡ്ജർ. അവിടുന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുന്നതിനെ പോസ്റ്റിംഗ് എന്ന് പറയും. പോസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്യും. സമ്മറൈസ് ചെയ്തിട്ട് ക്യാരി ഡൗൺ ബാലൻസ് എഴുതും. ക്യാരി ഡൗൺ ബാലൻസിന് നേരെ എടുത്ത് ഓപ്പോസിറ്റ് ഭാഗത്ത് എഴുതും. ഈ ഒരു പരിപാടി കൂടി ലെഡ്ജറിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഒന്നിച്ച് വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒറ്റ പേജിനകത്തേക്ക് ഷോർട്ട് ആക്കി എഴുതാൻ സം ചെയ്യാൻ വേണ്ടി പോവാണ്. ആ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ അതിന്റെ ഒരു ധർമ്മം എന്ന് പറഞ്ഞത്, അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞത്, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ അരിത്തമാറ്റിക്കലി ക്ലിയർ ആണോ എന്ന് നോക്കാനാണ് എന്ത് ചെയ്യണത് ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത്. ക്ലിയർ ആയോ? അരിത്തമാറ്റിക്കലി നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം സെറ്റ് ആണോ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണത്. ക്ലിയർ ആയല്ലോ? ട്രയൽ ബാലൻസ് രണ്ട് ഭാഗങ്ങളുള്ള, ഒന്ന് ഡെബിറ്റ് മറ്റത് ക്രെഡിറ്റ്. ഈ രണ്ട് ഭാഗങ്ങളും ഈക്വൽ ആയാലേ എന്തിട്ടുള്ളൂ?
രണ്ട് ഭാഗങ്ങൾ ഈക്വൽ ആയാലേ അക്കൗണ്ട്സ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ റെഡിയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉറപ്പിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി ചെറിയൊരു പ്രോബ്ലം കൂടി എഴുതാം. ഓക്കെ, പരിഹരിക്കാം. വൺ മിനിറ്റ്. ഓക്കെ, നമുക്ക് ചെറിയൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അതൊരു പരാതിയാണ്, മറ്റവൻ കാട്ടി എന്നുള്ളൊരു പരാതി. അപ്പൊ കേട്ടില്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ താഴത്ത് പോയിട്ട് വേറെ പ്രശ്നമാവും. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു പ്രോബ്ലം എഴുതാം. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണേ. ട്രാൻസാക്ഷൻ എഴുതിക്കോളൂ. ചെറിയ പ്രോബ്ലം ആയിരുന്നു, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള സാധനമാണ് ചെയ്യുന്നത്. ഡേറ്റ് 1/4/25. എഴുതിക്കോളെ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ബൈ ക്യാഷ് 2,50,000. ഓക്കെ. രണ്ടാമത്തത് 2425. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് 2,000. മൂന്നാമത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് 50,000. നാലാമത്തത് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് 3,500. അഞ്ചാമത്തത് ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ക്യാഷ് 1,000. ആറാമത്തത് ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക് 20,000. ഏഴാമത്തത് റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. ചെക്ക് പറഞ്ഞാൽ ബാങ്ക് വഴിയാണ് കൊടുത്തത്, 2,500. ഇത് ഏഴാണ്. ഇനി അടുത്തത് 8/4/25. ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ് 2,500. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഈ ട്രാൻസാക്ഷൻസ് നമ്മൾ എഴുതുക, ഫുള്ളായിട്ട് എഴുതുക. എഴുതി കഴിഞ്ഞതിന് ശേഷം ഇതിനെ നേരെ ജേണൽ ഫോർമാറ്റിനകത്തേക്ക് മാറ്റാം. ജേണൽ ഫോർമാറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ജേണൽ മാറ്റാം. ജേണൽ മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിനെടുത്ത് നേരെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെഡ്ജറിലേക്ക് എടുത്ത് എഴുതാം. ലെഡ്ജർക്ക് എടുത്ത് ചെയ്തതിന് ശേഷം സം ചെയ്യാം. സം ചെയ്തിട്ട് അതിന്റെ ബ്രോഡ് ഓൺ ബാലൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, എവിടെ കൊണ്ടുപോയിടാം? ട്രയൽ ബാലൻസ് കൊണ്ടിടാം. ഈ ട്രയൽ ബാലൻസ് ക്ലിയർ ആണെങ്കിൽ സംഭവം സെറ്റാണ്. ഓക്കെ, ചെയ്തു തുടങ്ങിക്കോളി ഫാസ്റ്റ് ആയിട്ട്. സിമ്പിൾ ആണ്, കുറെ ആലോചിക്കൊന്നും വേണ്ട. ഈ ജേണൽ ഒന്നും ഇനി വലിയ പെട്ടിക്കോളായിട്ട് വരക്കൊന്നും വേണ്ട. അസൈൻമെന്റ് തരുന്ന സമയത്ത് നിങ്ങൾ വൃത്തിയിൽ ചെയ്തോളി. ജസ്റ്റ് ജേണൽ എൻട്രി ഇങ്ങനെ എഴുതുക, എമൗണ്ട് എടുത്ത് എഴുതുക, പിന്നെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുക. സിമ്പിൾ പരിപാടികളായിട്ട് ചെയ്യാം. ഇതിന് നമുക്ക് ഓരോന്നോരോന്ന് വേണമെങ്കിൽ പറഞ്ഞു പോവാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ കൈയോടെ എഴുതി പോയിക്കോളും.
ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ക്യാഷ് വന്നു, ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാധ്യത അവിടെ കൂടി. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ എന്നാണ് ഇതിനകത്ത് വരിക. രണ്ടാമത് പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ്. പർച്ചേസ് എന്നുള്ള എക്സ്പെൻസും ഉണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റും ഉണ്ട്. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. മൂന്നാമത്തത് ക്യാഷ് ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്. ക്യാഷ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, രണ്ടും അസറ്റ് ആണ്. ഏതാണ് കൂടുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യുക, കുറയുന്നതിന് ക്രെഡിറ്റ് ചെയ്യുക. സോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ്. കയ്യിലുള്ള സാധനം വിറ്റു, എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്. ഇനി അടുത്തത് ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ക്യാഷ്. ഫർണിച്ചർ പർച്ചേസ്ഡ് ബൈ ക്യാഷ്. ഫർണിച്ചർ എന്ന് പറഞ്ഞ അസറ്റും ഉണ്ട്, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് ഉണ്ട്. ഏതാണ് വന്നത് അതിനെ ഡെബിറ്റ്, ഏതാണോ പോയത് അതിനെ ക്രെഡിറ്റ് ചെയ്യാം. സോ ഫർണിച്ചർ ആണ് വന്നത്. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇനി ക്യാഷ് വിഡ്രോ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു, ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കമ്പനിയുടെ ആവശ്യത്തിന് ബാങ്കിൽ നിന്ന് ക്യാഷ് പിൻവലിച്ചു. അപ്പൊ ക്യാഷ് ഉണ്ട്, ബാങ്കും ഉണ്ട്. ഏതാ കൂടുന്നത്? കയ്യിലുള്ള ക്യാഷാ കൂടുന്നത്. സോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്നായിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി റെന്റ് പെയ്ഡ് ബൈ ചെക്ക്. അപ്പൊ റെന്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെൻസും ഉണ്ട്, ബാങ്ക് ചെക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് ട്രാൻസാക്ഷൻ ആണ് ചെക്ക് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ റെന്റ് കൊടുത്തു, ബാങ്കിൽ നിന്ന് റെന്റ് കൊടുത്ത്, അപ്പൊ എന്താ വരിക? റെന്റും ഉണ്ട്, ബാങ്കും ഉണ്ട്. ഒന്ന് എക്സ്പെൻസ് ആണ്, മറ്റത് ബാങ്കും ആണ്. എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്, റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ലാസ്റ്റ് വൺ ക്യാഷ് വിഡ്രോ ഫോർ പേഴ്സണൽ യൂസ്. മുതലാളിയുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൗണ്ടറിലുള്ള ക്യാഷ് എടുത്തു പോയി. ഇതാണ്. അപ്പൊ ഇതിന്റെ ജേർണൽ എൻട്രി ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. ഇതാണ് ഇതിന്റെ ജേർണൽ എൻട്രി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ പറഞ്ഞിട്ടുള്ള ക്യാഷിന് എന്ത് ചെയ്യണം? ഒരു സെപ്പറേറ്റ് ലെഡ്ജർ ഉണ്ടാക്കണം, ക്യാപിറ്റലിന് ലെഡ്ജർ ഉണ്ടാക്കണം, ബാങ്കിന് ഒരു ലെഡ്ജർ ഉണ്ടാക്കണം, പർച്ചേസിന് ഒരു ലെഡ്ജർ ഉണ്ടാക്കണം, സെയിൽസിന് ഒരു ലെഡ്ജർ ഉണ്ടാക്കണം, അതുപോലെ ഫർണിച്ചറിനൊരു ലെഡ്ജർ ഉണ്ടാക്കണം, റെന്റിനൊരു ലെഡ്ജർ ഉണ്ടാക്കണം, ഡ്രോയിങ്സിനൊരു ലെഡ്ജർ ഉണ്ടാക്കണം. അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? അതിനെല്ലാം സമ്മറൈസ് ചെയ്യണം. സമ്മറൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു ട്രയൽ ബാലൻസിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഞാനിപ്പോ ഇതിന്റെ ട്രയൽ ബാലൻസ് മാത്രം ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ എടുത്തുതരാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? സ്വയം ചെയ്തിട്ട് ആപ്പിനകത്ത് എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ക്ലിയർ ആയില്ലേ? അപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള കാര്യങ്ങൾ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ പിടിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന്റെ എന്ത് ചെയ്തുതരാം? ട്രയൽ ബാലൻസ് എടുത്ത് എഴുതി തരാം. ട്രയൽ ബാലൻസ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ട്രയൽ ബാലൻസ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാ ലെഡ്ജറാ ഉള്ളത്? ഒന്ന് പറഞ്ഞേ. ക്യാഷ്, ക്യാപിറ്റൽ, പർച്ചേസ്, ക്യാഷ്, ക്യാപിറ്റൽ, ബാങ്ക്, ഫർണിച്ചർ, സെയിൽസ്, ഫർണിച്ചർ, റെന്റ്, ഡ്രോയിങ്. നിങ്ങൾ സ്വയം ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. അല്ലാതെ ക്ലാസ് കണ്ടിരുന്നോണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാറ്റമൊന്നും വരില്ല. ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ വരുള്ളൂ. അപ്പൊ നമ്മളെ ക്യാഷിന്റെ ബാലൻസ് ഇവിടെ ഇതാണ്, 2,18,000. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ബാങ്ക് ബാലൻസ് ആണ്. ബാങ്ക് ബാലൻസ് 27,500 വരുന്നത്. പിന്നെ വരുന്നത് പർച്ചേസ് 2,000 ആണ്. പിന്നുള്ളത് ഫർണിച്ചർ 1,000 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം റെന്റ് 2,500 ആണ്. അത് കഴിഞ്ഞതിന് ശേഷം ഡ്രോയിങ്സ് 2,500 ആണ്. ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ ഭാഗത്ത്, ഇപ്പുറത്തെ ഭാഗത്ത് ക്യാപിറ്റലിന്റെ ഈ ഭാഗത്ത് വരുന്നത് 2,50,000 ആണ് ഇവിടെ വരിക.
പിന്നെയുള്ള ഗ്യാപ്പിൽ 3500 വരിക. ഇതിന്റെ രണ്ടിന്റെയും ടോട്ടൽ വരുന്നത് ഈ ബാലൻസിലേക്ക് നിങ്ങൾ റീച്ച് ചെയ്യണം. 25 ഈ ഒരു എമൗണ്ട് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ട് വരണം. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും? ഈക്വൽ. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് ചെയ്യണം. സെറ്റ് ആയില്ലേ? അസൈൻമെന്റ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് നേരെ എന്ത് ചെയ്യാം? നേരെ പുസ്തകത്തിനാക്കി മാറ്റുക. പുസ്തകത്തിന് എഴുതി മാറ്റിയിട്ട് അതിന് നേരെ ഒറ്റ PDF ആക്കാം. PDF എങ്ങനെ ചെയ്യാന്ന് അറിയില്ലേ? ബുക്കിൽ എഴുതുക, ഫോട്ടോ എടുക്കുക, PDF കൺവേർട്ടർ ഉപയോഗിക്കാം. 2-3 പേജ് ഉണ്ടെങ്കിൽ ഒറ്റ പേജ് ആയിട്ട് കംപ്രസ് ചെയ്യാം. എന്നിട്ട് ആപ്പിനകത്തേക്ക് എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഇതേമായി ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. ഈ ക്വസ്റ്റ്യനും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ചെയ്യണം. എഴുതി വെച്ചോളൂ. ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടുള്ളേ. പ്രാക്ടീസ് ചെയ്യാതെ അന്തം വിട്ടുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിപ്പോ എങ്ങനെ എഴുതാൻ മടിയൊന്നും വിചാരിക്കണ്ട, എന്നാലേ കിട്ടുള്ളൂ. 1/4/25 ക്യാപിറ്റൽ റിസീവ്ഡ് ബൈ ക്യാഷ് 1 lakh. രണ്ടാം തീയതി cash deposited into bank 20,000. മൂന്നാം തീയതി furniture purchased by cash 2,000. 4/4/25. ഈ ക്വസ്റ്റ്യൻ ഞാൻ ആപ്പിനകത്ത് ഇടൂല കേട്ടോ. ഇവിടുന്ന് എഴുതാത്തവർക്ക് ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ഒന്നും ഇട്ട് തരില്ല കേട്ടോ. പർച്ചേസ്ഡ് ഗുഡ്സ് ലെക്സ് കമ്പനി 3,000. 5/4/25 സാലറി പെയ്ഡ് ബൈ ക്യാഷ് 1,000. Commission received by cash 25,000. 6ാം തീയതി കഴിഞ്ഞു. 7ാം തീയതി പെയ്ഡ് റെന്റ് ബൈ ചെക്ക്. കമ്മീഷൻ റിസീവ്ഡ് 6ാം തീയതിക്കത്തല്ലേ? ചെക്ക് 1,000. 8ാം തീയതി ഗുഡ്സ് റിട്ടേൺഡ്. ഒരു സെയിൽസ് റിട്ടേൺ വരണ്ടേ. ഗുഡ്സ് റിട്ടേൺഡ് ടു സെയിൽസ് റിട്ടേൺ അല്ല, പർച്ചേസ് റിട്ടേൺ. ഗുഡ്സ് റിട്ടേൺ ടു ലെക്സ് കമ്പനി 1,000. 9/4 സോൾഡ് ഗുഡ്സ് ടു ലൈന. സോൾഡ് ഗുഡ്സ് ടു ലൈന കമ്പനി. അടിയുണ്ടാക്കല് 9/4/10/4/25. റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം കമ്പനി 500. ഇതാറ്. ക്ലിയർ ആയി വിചാരിക്കണം. ഇതിന്റെ ബേസിൽ നമ്മൾ ജേണല്, ലെഡ്ജർ, ട്രയൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് എഴുതി പ്രിപ്പയർ ചെയ്ത് സെറ്റ് ആവണം. ഇതെല്ലാവരും എഴുതിയെടുത്തോ? എഴുതി കഴിഞ്ഞോ? സിമ്പിൾ അല്ലേ? ഇല്ല, ഒരു മിനിറ്റ്. സ്പെല്ലിംഗ് ഒന്നും നോക്കണ്ടേ, നിങ്ങളെ ബാക്കിയുള്ളൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതുക. ഇതിന്റെ ട്രയൽ ബാലൻസ് ആണോ, ശരിയാണോ നോക്കാൻ?
ഗ്രൂപ്പിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ആൻസറിലേക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് ക്ലിയർ ചെയ്തിട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തണം. നിങ്ങൾ ഹായ് ഹലോ ഒക്കെ പിന്നെ പറഞ്ഞോളൂ ഇത് കഴിഞ്ഞതിന് ശേഷം. ടോട്ടൽ എമൗണ്ട് പറഞ്ഞാൽ മതി സർ. ട്രയൽ ബാലൻസ് എമൗണ്ട് പറഞ്ഞാൽ മതി. ട്രയൽ ബാലൻസിന്റെ ടോട്ടൽ എമൗണ്ടാ പറഞ്ഞത്, ഫുൾ ഒന്നും പറയണില്ല, ടോട്ടൽ. ഇതാണ് രണ്ട് ഭാഗത്തും വരിക. ഈ ഒരു എമൗണ്ടിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഇത് എത്തേണ്ടത്. ഓക്കെ, ഇതിനെന്ത് ചെയ്യണം, ലെഡ്ജർ ചെയ്യണം, ബ്രോഡ് ഓൺ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം, ബ്രോഡ് ഓൺ ബാലൻസ് എടുത്തിട്ട് സമ്മറൈസ് ചെയ്യണം. സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടിന്റെയും ബാലൻസ് ആയിരിക്കും ഈ സാധനം വരുന്നത്. ക്ലിയർ കമ്മീഷൻ റിസീവ്ഡ് 25,000 എന്നല്ലേ? എങ്ങനെ? കമ്മീഷൻ റിസീവ്ഡ് എമൗണ്ട് കറക്റ്റ് അല്ലേ? 25,000. അത് വലിയൊരു ഫിഗർ ഉണ്ട് അല്ലേ, ഒന്നുകൂടി ചെക്ക് ചെയ്യാം. കമ്മീഷൻ റിസീവ്ഡ് 25,000, കമ്മീഷന്റെ കമ്പനിയാണ്, അതാണ് അങ്ങനെ ഒന്ന്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി ബാക്കിയുള്ള ചെറിയൊരു സാധനമാണ്. ആ സാധനം എന്ത് ചെയ്യും, ഞാൻ ഗ്രൂപ്പിനകത്ത് ഇട്ടുതരും. ക്ലിയർ ആയി? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് ഇതിനകത്ത്? കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വണ്ടി പോകുന്നതാണ്, ഇതിനകത്ത് കുറെ പറയാനില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. ഇത് ഓക്കെ അല്ലേ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞതില്? റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം ലാന കമ്പനി. റിട്ടേൺഡ് ഗുഡ്സ് ഫ്രം ലാന കമ്പനി എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ അല്ലേ? സെയിൽസ് റിട്ടേൺ ഫ്രം ഓൻ്റെ, അതായത് ഒരാൾക്ക് വിറ്റാൽ ഓൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് കിട്ടണല്ലേ, ഫ്രം അയാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് സാധനം വന്നു, അങ്ങോട്ടേക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് കൊടുക്കുക. അതേമാതിരി ടു ഫ്രം നോക്കിയിട്ട് റിട്ടേൺ ഇൻവേർഡ് ആണോ ഔട്ട്വേർഡ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ഉറപ്പുവരുത്തുക, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ എന്നുള്ളത്. ഓക്കെ, സെറ്റല്ലേ? ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ എഴുതുമ്പോ ഓരോരോ അക്കൗണ്ട് എഴുതിയിട്ട് അത് ടോട്ടൽ അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ 3 എണ്ണയിൽ അങ്ങനെ തന്നിട്ടുള്ളൂ. ആ 3 എണ്ണം അങ്ങനെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യൻ, ആ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ എന്ത് ചെയ്യും, അതിനകത്ത് ആപ്പിനകത്ത് ഇടും. അപ്പൊ എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്ത് PDF ആയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. അത് കറക്റ്റ് ഇതാകുമ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററും ആ ചാപ്റ്ററിന്റെ നോട്ട്, ആ ചാപ്റ്ററിന്റെ അസൈൻമെന്റ് എന്ന രീതിയിൽ ട്രാക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ഒന്നും കൂടി ഈസി ആയിട്ടായിരിക്കും ഇനിയുള്ള ആപ്പിനകത്ത് പോകുന്നുണ്ട്. അപ്പൊ ഒന്നും കൂടി ഈസിയാണ്, മുമ്പ് പഠിച്ചതുപോലെയല്ല, ഈസി ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ അല്ലേ? അടുത്ത സെഷനിലേക്ക് പോയല്ലോ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് കേട്ടോ, ഞാൻ ആപ്പിനകത്ത് ഇട്ടുതരാം. അടുത്തൊരു പാർട്ടിലേക്ക് പോയല്ലോ. ഓവറാവോ? മുമ്പ് അപ്ലോഡ് ചെയ്ത് അസൈൻമെന്റ് വീണ്ടും അപ്ലോഡ് ചെയ്യണം. ജസ്റ്റ് ഇതിലില്ലേ, നോട്ട്ബുക്കിൽ ഉണ്ടെങ്കിൽ ഇതിലൊക്കെ അത് മൊത്തത്തിൽ നമ്മൾ സിസ്റ്റം മാറി. അതുകൊണ്ട് ഇനി ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി വെരിഫൈ, അല്ലെങ്കിൽ 2 ആപ്പും കൂടി ഞങ്ങളുടെ ടീമിന് വെരിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ നമുക്ക് ഒന്നും കൂടി നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ ഈസിയാവും. നിങ്ങൾ സഹകരിച്ചാൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മളത് മാനേജ് ചെയ്ത് അപ്പുറത്ത് ഇപ്പുറത്ത് എടുത്തോളൂ. PDF എല്ലാത്തിനും ഉണ്ട്. ആ അതായത് എല്ലാവരും നോട്ട്ബുക്കിലാണ് എഴുതി പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ട് PDF ആക്കി അപ്ലോഡ് ചെയ്താൽ സന്തോഷം. ഇനി അത് ചെയ്തില്ല, അതിന് ചെയ്തില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ പോലീസ് പിടിച്ചൊന്നുമില്ലല്ലോ, നമുക്ക് കുറച്ച് പണി കൂടുന്നുള്ളൂ. ഇനി ഗ്രൂപ്പിനകത്ത് അതിനായിട്ട് ഒരു ചർച്ച വരും. അതാണ് ചെറിയ എന്തെങ്കിലും കിട്ടിയാൽ അതാണ് ചർച്ച ചെയ്യല, എന്തെങ്കിലും ഒന്നും വേണ്ട ചർച്ച ചെയ്യാൻ. ഓക്കെ, സെറ്റ്. റൌഫ്ക്ക് എന്നെ നല്ലോണം സഹായിക്കുന്നുണ്ട് കേട്ടോ, പല ആളുകൾക്ക് മറുപടി എടുത്തിട്ട് സന്തോഷം ഉണ്ട് അതിനകത്ത്. ചെറിയ രീതിയിലൊന്നും നിങ്ങൾ ഈ വലിയ തിരക്കിനിടയിൽ നിങ്ങൾ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം. ഞാൻ കാണുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർക്ക് റിപ്ലൈ കൊടുക്കണം, കറക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ കൊടുക്കുന്ന സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. ഇനിയുള്ളത് നമ്മളൊരു അടുത്ത പാർട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പൊ നമ്മള് ഏതൊക്കെ പാർട്ട് ഡിസ്കസ് ചെയ്ത്, റെക്കോർഡിംഗ് ഡിസ്കസ് ചെയ്തു, ക്ലാസിഫൈങ് ഡിസ്കസ് ചെയ്തു, സമ്മറൈസിങ് ഡിസ്കസ് ചെയ്തു. സമ്മറൈസിങ് കുറെ പറയാത്തത്, സമ്മറൈസിങ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, അതുകൊണ്ടാണ് സമ്മറൈസിങ് ഒരുപാട് പറയാത്തത്. ഇനി നമുക്ക് അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. അനലൈസിങ് ഇന്റർപ്രറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു, പിന്നെന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു, ക്ലാസിഫൈ ചെയ്തതിനെ സമ്മറൈസ് ചെയ്തു. നമ്മളൊരു ഓണർ ആണെന്ന് വിചാരിച്ചോ, ഒരു മുതലാളിയാണെന്ന് വിചാരിച്ചോ, നമ്മളെ മുമ്പിൽ ഇപ്പൊ ഇതുവരെ നടന്ന കാര്യങ്ങളെ മൊത്തം ഒറ്റ പേജിനകത്ത് നമ്മളെ മുമ്പിനകത്ത് കിട്ടി. അങ്ങനെ എന്ത് ചോദിക്കും, നിങ്ങളൊരു ഓണറാണ്,
ഒറ്റ പേജിനകത്ത് ഇവിടെ എത്ര സെയിൽ നടന്നു, ഇവിടെ എത്ര പർച്ചേസ് നടന്നു, എത്ര എക്സ്പെൻസിന്റെ എത്ര ഇൻകം ഉണ്ട്, എത്ര കിട്ടാണ്ട്, എത്ര കൊടുക്കാണ്ട്, സാലറി എത്ര എല്ലാം ഒറ്റ പേപ്പറിനകത്ത് നിങ്ങൾ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇത് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. നമുക്കറിയില്ലേ, 2 കൊല്ലം നമ്മൾ കമ്പനി നഷ്ടത്തിലാണെങ്കിൽ അതിന്റെ റിപ്പോർട്ട് കിട്ടി നമ്മൾ എന്ത് ചെയ്യാം? 3ാമത്തെ കൊല്ലം നമ്മളിങ്ങനെ അനലൈസ് ചെയ്യാം. അനലൈസ് ചെയ്യാം. ഈ ഒരിക്കലും ഈ അനലൈസിങ് ഇന്റർപ്രറ്റിംഗ് പാർട്ട് ചെയ്യാത്ത ബിസിനസ്സിനകത്ത് പൊട്ടുട്ടോ. ബിസിനസ്സിനല്ല, ലൈഫിലും പൊട്ടും. എല്ലാവരും പൊട്ടുവന്. കാരണം നമ്മളൊക്കെ ഒരു ഭാഗത്ത് കൂടെ പോകുമ്പോൾ എന്നും അവിടെ വണ്ടി ഇടിക്കണമെങ്കിൽ പിന്നെ ആയിക്കോട്ടെ തന്നെ വണ്ടി എടുക്കാൻ പറ്റുമോ? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇല്ലേ? അപ്പൊ അനലൈസിങ് ഇന്റർപ്രറ്റിംഗ്, നഷ്ടം ലാഭം എന്നുള്ളതൊക്കെ ഈ കിട്ടിയ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പ്രോഫിറ്റ് ചെയ്യണം? കാണാം. കിട്ടിയ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. ഇപ്പൊ ട്രയൽ ബാലൻസ് കിട്ടിയതിന് ശേഷം ആ ബാലൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ അനലൈസ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അക്കൗണ്ട്സിൽ ഉപയോഗിക്കുന്ന 2 ടൂളുകളാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അനലൈസിങ് ആൻഡ് ഇന്റർപ്രറ്റിംഗ്. ഇതിൽ തന്നെ 2-3 സ്റ്റേറ്റ്മെന്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ്, പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിനൊക്കെ നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഇതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതിനകത്ത് അനലൈസിങ് ഇന്റർപ്രറ്റിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട് എന്നാൽ ട്രേഡ് ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ട് ട്രേഡ് ചെയ്യാന്ന് പറഞ്ഞതാ, ഞാൻ ഈ ഒരു സാധനം കോഴിക്കോട് നിന്ന് പർച്ചേസ് ചെയ്യുന്നു, മലപ്പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്നു. ഇതൊരു ട്രേഡിംഗ് ആണ്. 10 രൂപക്ക് സാധനം വാങ്ങുന്നു, 20 രൂപക്ക് വിൽക്കുന്നു. ട്രേഡിംഗ് ആണ് അല്ലെ? 10 രൂപക്ക് സാധനം വാങ്ങുന്നു, 10 രൂപക്ക് വിൽക്കുന്നു. 10 രൂപക്ക് തന്നെ വിറ്റാലും ട്രേഡിംഗ് ആ, 9 രൂപക്ക് വിറ്റാലും ട്രേഡിംഗ് ആ. ക്ലിയർ ആയില്ലേ? ആണോ? ക്ലിയർ ആണോ? അപ്പൊ അനലൈസിങ് ഇന്റർപ്രറ്റിംഗില് നമ്മൾ പഠിക്കാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ ലാഭ നഷ്ട കണക്കുകൾ എത്ര ഉണ്ട്, എങ്ങനെയാണ് നമ്മൾ പോകുന്നത് എന്ന് കൃത്യമായിട്ടും കാണുന്ന ആ ഒരു പരിപാടിയാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ ഇന്റർപ്രിട്ടേഷനിൽ കൂടി നമ്മൾ എന്ത് ചെയ്യണം ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുക. അക്കൗണ്ട്സിലെ ഏറ്റവും ബേസ് ആയ കാര്യം ട്രേഡിംഗ് അക്കൗണ്ട് ആണ് അല്ലേ? നമ്മളിപ്പോ ഒരു പുതിയൊരു കടല കച്ചവടം തുടങ്ങാന്ന് വിചാരിക്കും, നമ്മൾ എന്താ മനസ്സിൽ കണക്കൂട്ടുക? ഒരു കടല കച്ചവടം തുടങ്ങാൻ വേണ്ടി പോവാം, നമ്മളെ മനസ്സിൽ എന്താ കണക്കൂട്ടുക? എത്ര റുപ്യക്ക് സാധനം കിട്ടുക? പറയും, എങ്ങനെ കിട്ടുക? വില കുറച്ച് അവിടുന്ന് കിട്ടുക. ഏറ്റവും വില കുറച്ച് അവിടുന്ന് കിട്ടുക. എത്ര റുപ്യക്ക് ഇത് വിൽക്കാൻ പറ്റും? നിങ്ങൾ ആർക്കൊക്കെ വിൽക്കാൻ നമ്മൾ പറ്റും? എന്ത് കച്ചവടം ചിന്തിക്കുമ്പോൾ എത്ര റുപ്യക്ക് എവിടുന്ന കിട്ടുക? എവിടെ എത്ര പോകും? രൂപക്ക് വിൽക്കാൻ എവിടെ പറ്റും. പോകും? എത്ര രൂപക്ക് വിൽക്കാൻ പറ്റും? പിന്നെ നമ്മൾ ചിന്തിക്കാം, ഈ പരിപാടി എവിടെ നടത്തിയാൽ വൈകുന്നേരം ആകുമ്പോ എത്ര കിട്ടും ലാഭം? എത്ര കിട്ടും ലാഭം അല്ലേ? ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താ? ഹലോ, പ്രോഫിറ്റ് എന്ന് പറഞ്ഞ സാധനം എന്താ? ലാഭം. ഉദാഹരണം, കടല ഇന്ന് ഒരു 100 രൂപക്ക് വിറ്റു. വരവെന്ന ചെലവ് കുറവ്. അപ്പൊ അല്ല, ഈ 100 രൂപയാണ് നമ്മൾ എന്ത് സെയിൽസ്. സെയിൽസ്. 100 രൂപക്ക് വിറ്റു. ഈ സാധനം നമ്മൾ വാങ്ങിയത് 50 രൂപക്കാന്ന് വിചാരിച്ചോ? ഹലോ, സാധനം വാങ്ങിയത് 50 രൂപക്ക്, 50 രൂപക്ക് വാങ്ങി. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അടുത്ത വരാനുള്ള ട്രാൻസ്പോർട്ട് 10 റുപ്യക്ക് 10 റുപ്യന്റെ വണ്ടിയിൽ കയറി പോകുന്ന വെച്ചൊരു ഓട്ടോഷ കയറി, അന്ന് വരുന്ന സമയത്ത് ഓട്ടോഷ കഴിയാൻ 10 രൂപ കയറി. ഇതിന് നമ്മൾ എന്താ വിളിക്കുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സിമ്പിൾ. അതായത് ഈ വിറ്റ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈ വിറ്റ സാധനത്തിന്റെ ചെലവ്. ഓഫ് ഗുഡ്സ് സോൾഡ്, ഗുഡ്സ് സോൾഡ്, സോൾഡ് ചെയ്ത സാധനത്തിന്റെ ചെലവ്. സോൾഡ് ചെയ്ത സാധനം എന്ന് പറയുമ്പോൾ 50 റുപ്യ വാങ്ങാനുള്ള ചെലവാണ്, 10 റുപ്യ അതിന്റെ ഓട്ടോഷ കൂലിയാണ്. അപ്പൊ ഇതിന്റെ ബാലൻസ് എത്രയാ? ഇതിന്റെ ബാലൻസ് എത്രയാ? 40. എത്ര? 40 റുപ്യ അല്ലേ? 40. ഇതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. യഥാർത്ഥ ലാഭമല്ല, ആ കച്ചവടത്തിൽ നടന്ന ഒരു ലാഭം. ഇനി അയാളെ കൂലി എടുക്കാണ്ട്, അയാളെ സാലറി എടുക്കാണ്ട്, പിന്നെ കടല വറക്കാനുള്ള ഗ്യാസിന്റെ പൈസ കൂട്ടാണ്ട്, അതൊക്കെ മറ്റൊരു കാര്യം കേട്ടാ, അടുത്ത ഘട്ടത്തിൽ പറയും. ഒരു എക്സാമ്പിൾ ആക്കി ഇങ്ങനെ പറഞ്ഞു തരാണ്. ഇപ്പൊ ഇത്രേ ഉള്ളൂ.
ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ്ങിലെ ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ കച്ചവടവുമായി നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസുകളെ ഇൻകത്തിനെയും കണക്ക് കൂട്ടിയിട്ട് അതിൽ എത്ര നഷ്ടമുണ്ടല്ലോ ഇതാണ് എല്ലാ കമ്പനികളും പ്രൊജക്ട് ചെയ്യുന്ന റിപ്പോർട്ടിലൊക്കെ കാണിക്കാം. ഹലോ, നമ്മുടെ കമ്പനി ഇപ്പോ വലിയ വലിയ കമ്പനി കോടികളുടെ കമ്പനി എന്നൊക്കെ പറയില്ലേ, സെയിലും കച്ചവടമൊക്കെ പറയണത് ഇത് എടുത്ത് പ്രോഫിറ്റ് എടുത്താൽ പറയാറോ, ഗ്രോസ് പ്രോഫിറ്റ് എടുത്തിട്ടാ പറയാം. ഈ പൈസ ഒന്നും അവന്റെ അക്കൗണ്ടിൽ ഉണ്ടായിക്കോണം നിർബന്ധമില്ല. ഇത് വെച്ചിട്ടാണ് ആളുകൾ പ്രൊജക്ട് ചെയ്യാം. ഈ പത്രങ്ങൾ കാണില്ല, കോടിക്കണക്കിന് വിറ്റുവരവ് എന്നൊക്കെ പറഞ്ഞ് എത്രത്തൊക്കെ പറയില്ലേ, അതെല്ലാം ഗ്രോസ് പ്രോഫിറ്റ് ആണ് പറയാം. നെറ്റ് പ്രോഫിറ്റ് സാധാരണ ഇതിൽ ആരും മിണ്ടൂല, പറയൂല, എവിടെയും പറയൂല, പബ്ലിക്കായിട്ട് പറയൂല. ഇപ്പോ ലുലുവിന്റെ ഇയറിലെ റിപ്പോർട്ട് വരും, നെറ്റ് പ്രോഫിറ്റ് അല്ല പറയാം, ഗ്രോസ് ആണ്. അറ്റാദായം മൂല്യാദായം എന്നൊക്കെ പറയില്ലേ, പത്രത്തിൽ കാണാനില്ലേ, ക്വാർട്ടറിൽ ഇത്ര രേഖപ്പെടുത്തി, ഇതെല്ലാം പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റിന്റെ കണക്കാണ്. അപ്പം പബ്ലിക്കായിട്ട് ആരും നെറ്റ് പ്രോഫിറ്റ് ആരെയും പറയാം, നിങ്ങൾ കറക്റ്റ് കിട്ടുന്ന പൈസ, നിങ്ങൾ പേരെ കൊണ്ടുപോകുന്ന പൈസ ആരെയും കറക്റ്റ് ആയിട്ട് പത്രത്തിൽ കൊടുക്കോ? ഞാൻ കൊടുക്കൂല. കോടികളുടെ വിറ്റുവരവ് എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ആ കോടികളുടെ വിറ്റുവരവ് ഉണ്ടാവോ? ഫലത്തിൽ ഇതെല്ലാ എക്സ്പെൻസും നോക്കുമ്പോൾ ചിലപ്പോൾ കമ്പനി നഷ്ടത്തിലായിരിക്കും. അങ്ങനെ പറയില്ലേ, വലിയ വലിയ ഭീമന്മാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ വലിയ ബൈജൂസ് ഒക്കെ വലിയ എമൗണ്ട് ഇത് കാണിച്ചാണ്. ഇതിന്റെ ബേസിൽ കണ്ടമാനം എന്ത് ചെയ്തിട്ടുണ്ട്, ഫണ്ട് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫലത്തില് എന്തുണ്ടാവില്ല, ഈ സാധനം ഉണ്ടായിക്കൊള്ളും എന്നില്ല. സെറ്റായോ? ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് എന്താണ്, ഈ സാധനം എന്താന്നുള്ളത് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഗ്രോസ് പ്രോഫിറ്റ്, രണ്ട് രീതിയിലുള്ള പ്രോഫിറ്റ് ആണ് കമ്പനിക്ക് ഉണ്ടാവും. ഒന്ന് ഗ്രോസ് പ്രോഫിറ്റും മറ്റൊന്ന് നെറ്റ് പ്രോഫിറ്റ്. ഇതിലേത് പ്രോഫിറ്റാ നല്ലത്? നെറ്റ് പ്രോഫിറ്റ് ആണ് നല്ലത്. അതായത് അങ്ങുണ്ടോണെങ്കിൽ ഈ സാധനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, മറ്റതൊക്കെ ബുക്കിലെ പ്രോഫിറ്റ് മാത്രം. ഗ്രോസ് പ്രോഫിറ്റിൽ ഒരുപാട് കമ്പനികൾ നെറ്റ് ലോസിലാണ് ഓടുന്നത്. ഗ്രോസ് ലോസിലുള്ള കമ്പനികൾ നെറ്റ് പ്രോഫിറ്റിലേക്ക് കയറാൻ വളരെ സാധ്യത കുറവാണ്. കയറുന്ന കമ്പനികൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അനലൈസിങ് ഇന്റർപ്രിട്ടേഷൻ പാർട്ട് എന്ന് പറഞ്ഞത് ഒരു കമ്പനിയിലെ ട്രയൽ ബാലൻസ് തയ്യാറാക്കിയതിന് ശേഷം അതിലുള്ള ഡാറ്റകൾ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ കച്ചവടം നഷ്ടത്തിലാണോ ലാഭത്തിലാണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഈ ഗ്രോസ് പ്രോഫിറ്റ് ഒരിക്കലും യഥാർത്ഥ പ്രോഫിറ്റ് അല്ല. ഗ്രോസ് പ്രോഫിറ്റ് ഉള്ള എമൗണ്ട് ഒരിക്കലും നമുക്ക് എടുത്തിട്ട് നമ്മുടെ പേഴ്സണൽ ആവശ്യത്തിനോ കമ്പനി ഇതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കമ്പനി ഉറപ്പായിട്ടും മുങ്ങിപ്പോകും. അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഒരിക്കലും എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. അപ്പൊ ഇത് ഒറിജിനൽ പ്രോഫിറ്റ് അല്ല എന്നർത്ഥം, ഫേക്ക് പ്രോഫിറ്റ് ആണ്. നേരത്തെ കിട്ടിയ 40 രൂപ ഫേക്ക് ആണ്. ബുക്കിനകത്ത് 40 ഉണ്ട്, പക്ഷെ 40 അങ്ങനെ എടുത്തിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് സാലറി ഉണ്ടാവില്ല, ബാക്കിയുള്ള ചെലവുകൾ ഉണ്ടാവില്ല, കടലാസ് വാങ്ങേണ്ട പൈസ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, കമ്പനി സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ അധികം പൂട്ടിപ്പോകുന്നതിന് പ്രധാനപ്പെട്ട റീസൺ ഗ്രോസ് പ്രോഫിറ്റ് വലിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. അതായത് സാലറികളൊന്നും നിശ്ചയിക്കാതെ മുതലാളിക്ക് തോന്നുന്ന രീതിയിൽ എടുത്തു പോകുന്നതുകൊണ്ടാണ് സ്റ്റാർട്ടപ്പ് കമ്പനികൾ കൂടുതലും ഫെയിൽ ആവുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വരാറുണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്. അപ്പൊ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ഇക്വേഷൻ എഴുതി വെച്ചോളി. ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണാം? ഗ്രോസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ ഇക്വേഷൻ. സെയിൽസ് നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ചാണ് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയാം. ഗ്രോസ് ലോസ് ആണെങ്കിലോ, ഗ്രോസ് ലോസിന്റെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് സെയിൽ. അതന്നെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതായത് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ബാലൻസ് നെഗറ്റീവ് ആണെങ്കിൽ ഇസ് ലോസ്. അല്ലെങ്കിൽ തിരിച്ചിട്ട് എഴുതിയാലും മതി. തിരിച്ചിട്ട് എഴുതിയാൽ പോസിറ്റീവ് ബാലൻസ് വരും, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇക്വേഷൻ സെയിം തന്നെയാണ്. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. റിസൾട്ട് മൈനസ് ആണെങ്കിൽ ലോസ് ആണ്, പ്ലസ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് സെയിൽസ് എന്ന് എഴുതിയാൽ ഒരു പോസിറ്റീവ് ഫിഗർ കാണുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ട് എഴുതിയാൽ മതി. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹലോ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നോക്കണേ, ഇതൊന്ന് പഠിക്കണേ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്.
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് അതന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്താന്നുള്ളത് ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണേ. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ ഇക്വേഷൻ. നമ്മൾ പ്രാക്ടിക്കലായിട്ട് എങ്ങനെ പറയാം? പ്രാക്ടിക്കലായിട്ട് കടല കച്ചവടക്കാരന്റെ എക്സ്പെൻസ് തന്നെ പിടിച്ചോളി. മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ നാടൻ എക്സാമ്പിൾ പറയുന്നത്. നിങ്ങളൊക്കെ തിരിയല്ലോ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഈ കടലക്കാരന്റെ കയ്യിൽ ഓൾറെഡി ഒരു 50 ഉറുപ്പ്യന്റെ സാധനം അയാളുടെ കയ്യിലുണ്ട്. അത് അയാളെ ചെലവാണോ? അയാൾ ഓൾറെഡി സ്പെൻഡ് ചെയ്തല്ലേ? ആണോ മനുഷ്യന്മാരെ? ഓൾറെഡി സ്പെൻഡ് ചെയ്താണ്. അതുകൂടാതെ അയാൾ ഇന്നൊരു 40 ഉറുപ്പ്യ കൂടി സാധനം വാങ്ങി. അവ ടോട്ടൽ എത്ര സ്പെൻഡ് ചെയ്തിട്ടുണ്ട്? 90. പിന്നെ അയാൾക്ക് ഇത് വാങ്ങുന്നതുമായി ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു 30 ഉറുപ്പ്യന്റെ ചെലവുണ്ട്. അത് ഓട്ടോ കൂലി ആകാം, അല്ലെങ്കിൽ അവിടെ ആർക്കെങ്കിലും കൊടുത്താലും ഒരാളെ വാങ്ങി വിടാൻ അയാൾക്ക് ഒരു 10 ഉറുപ്പ്യ കൊടുത്താകാം. മൊത്തത്തിൽ ഉള്ള സംഭവമുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ബാക്കിയായ ഒരു സാധനം ഉണ്ടാവില്ല. ഒരു 20 ഉറുപ്പ്യന്റെ സാധനം 10 ഉറുപ്പ്യന്റെ സാധനം ബാക്കി ആക്കണം. ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെയാണ് നമ്മളെ കണക്ക് കൂട്ടുക. നമ്മളൊരു എക്സ്പെൻസ് കൂട്ടുമ്പോൾ എന്തായാലും നമുക്ക് മൊത്തം എത്ര എക്സ്പെൻസ് ആയി, ഇനി നമ്മളെ കയ്യിൽ എത്ര സാധനം അതിന് ആ ചെലവെന്ന് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട് എടുത്താൽ ബാക്കിയുള്ള എമൗണ്ട് അല്ലേ? ഈ എമൗണ്ട് ആണ് ശരിക്കും എന്ത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നമ്മൾ വിറ്റ സാധനത്തിന്റെ ചെലവ് എന്നാണ് അതിന്റെ മലയാളം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനത്തിന്റെ കോസ്റ്റ്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളടുത്തുള്ള സാധനം പ്ലസ് പുതിയ പർച്ചേസ് പ്ലസ് ഇതുമായി ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന എക്സ്പെൻസ്. അതിന് ഇപ്പൊ എന്താണ് നമ്മളെ കയ്യിൽ ബാക്കിയുള്ള അന്നത്തെ ദിവസം കണക്ക് കൂട്ടുമ്പോൾ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവില്ലേ? അതാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എക്സ്പെൻസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കാം. സിമ്പിൾ. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഇത് നോക്കിയിട്ട് ഇതൊന്ന് എഴുതി വെച്ചാണ് ഒരു പ്രോബ്ലം തരാം. സിമ്പിൾ ആയിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000, purchase 35,000, direct expense 4,000, sales 80,000, closing stock 12,000. ഇത് ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. എത്ര ഉണ്ട് നോക്കുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്തൊക്കെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് 15 പ്ലസ് 35 പ്ലസ് 40 4,000 4,000 മൈനസ് 12. അപ്പൊ ഒരു എമൗണ്ട് കിട്ടും. അതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. 42K അല്ലേ? ഇനി സെയിൽസ് എത്ര നോക്കാം. സെയിൽസ് നോക്കുമ്പോൾ 38 അല്ലേ? 38 സോറി സെയിൽസ് എത്രയാ? 80,000. അപ്പോൾ സെയിൽസ് മൈനസ് ഇത്, അതായത് 80 മൈനസ് 42 എത്ര വരുന്നത്? 38,000. ഇങ്ങനല്ലേ കിട്ടിയ? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇത് ഇങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ. അല്ലാതെ ഇങ്ങനെ ഒന്ന് ഇതൊക്കെ നമ്മൾ മനസ്സിൽ കണക്കൂട്ടാനുള്ള കണക്കുള്ളൂ. നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഇപ്പൊ പറഞ്ഞതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. റെഡി അല്ലേ? ഇതേപോലെ ഇത് കൂടെ ഒന്ന് എഴുതിയാ. ഓപ്പണിംഗ് സ്റ്റോക്ക് 24,000, ഓപ്പണിംഗ് സ്റ്റോക്ക് 24,000, പർച്ചേസ് 35,000, ഡയറക്റ്റ് എക്സ്പെൻസ് 2,500, ഡയറക്റ്റ് എക്സ്പെൻസ് 2,500, സെയിൽസ് 10,000, ക്ലോസിംഗ് സ്റ്റോക്ക് 5,000. ക്ലിയർ ആയില്ലേ?
24,000, 35,000, 2,500, 10,000, 5,000. ഇതിൽ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് നമ്മൾ കണ്ടുപിടിക്കണം. ഇതേപോലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം, അതിനുശേഷം സെയിൽ നോക്കാം, അതിനെന്ത് ചെയ്യാം? ഒന്ന് മൈനസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, സിമ്പിൾ ആണ്. ഒരു എമൗണ്ട് Gross loss എത്ര വരുന്നത്? 46,000. 46,500 വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സിമ്പിൾ ആണ്. ഇനി മറ്റൊന്ന് വരാനുള്ള ചാൻസ് ഉള്ള ഈ സെയിൽസിനകത്ത് തന്നെ സെയിൽസും കാണിച്ച് തരും, സെയിൽസ് റിട്ടേണും തരും ചില സമയത്ത്. ഉദാഹരണം ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് എഴുതിക്കോളെ. നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളത് ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് 15,000. ഇതെല്ലാം നോട്ടിൽ എഴുതി പോകണല്ലോ. പർച്ചേസ് 27,000. പർച്ചേസ് റിട്ടേൺ പർച്ചേസ് റിട്ടേൺ 3,000. സെയിൽസ് 54,000. സെയിൽസ് റിട്ടേൺ 4,000. കാരേജ് ഡയറക്റ്റ് എക്സ്പെൻസുമായി റിലേറ്റ് ചെയ്താണ് 1,500. വേജ് 2,000. ക്ലോസിംഗ് സ്റ്റോക്ക് 23,000. ഇങ്ങനെയുള്ള സംഭവങ്ങളും ചിലപ്പോൾ വരാം. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ്. ഈ സെയിൽസ് എന്ന് പറയുമ്പോൾ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേണിന്റെ ഒരു എമൗണ്ട് എടുക്കാം. പർച്ചേസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ എന്നുള്ള ഒരു എമൗണ്ട് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇതിന്റെ കൂടെ തന്നെ ചില സമയത്ത് ഇതുമായി കണക്റ്റഡ് അല്ലാത്ത ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരും. ആ സാധനങ്ങൾ എവിടെയും എന്ത് ചെയ്യരുത്? കണക്ക് കൂട്ടുകയും ചെയ്യരുത്. ഉദാഹരണം കമ്മീഷൻ റിസീവ്ഡ് ഇതിന്റെ ഇടയിൽ വന്നു എന്നായിരിക്കും, അത് എവിടെയും മെൻഷൻ ചെയ്യണം. കാരണം എന്താ? ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡുമായിട്ട് എന്തില്ല? അതിനൊരു കണക്ഷൻ ഇല്ല. സാലറി ഫോർ എംപ്ലോയീസിന് സാലറി എടുത്തു, അത് പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സംഭവമാണെന്ന് വിചാരിച്ചോളി. പ്രൊഡക്ഷനുമായി ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തൊരു സംഭവമാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിക്കുക, ടെക്നോളജി തമ്പ് വെച്ചിട്ട് ഓടണേ. കാരണം ക്ലാസിന്റെ ഇടയിൽ ഒന്നും ചെയ്യല, അപ്പൊ ഇങ്ങനെ പിടിച്ചിട്ട് അയിമേൽ തമ്പ് വെച്ചിട്ട് പോവാ. അവർക്ക് അറിയാം. അപ്പൊ ഇത്രേ ഉള്ളൂ. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡയറക്റ്റുമായി കണക്ഷൻ ഇല്ലാത്ത സാധനങ്ങൾ ഇതിനകത്ത് വരികയാണെങ്കിൽ എന്ത് ചെയ്യരുത്? കയറ്റി പർച്ചേസ് റിട്ടേൺ അതിനകത്ത് ചെയ്യണം, സെയിൽസ് റിട്ടേൺ എന്ത് ചെയ്യണം? ഇതിനകത്ത് ചെയ്യണം. ക്ലിയർ ആയോ? ഇതിന്റെ എമൗണ്ട് എത്ര വരിക അപ്പം ഒന്ന് പറഞ്ഞേ? 30,500. യെസ്. ഇതിനെ കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രൂപ്പിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഈ എമൗണ്ടിലേക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ട് അതിനകത്ത് സമയം കളയുന്നില്ല. ക്ലിയർ ആയില്ല? ഓക്കെ, അപ്പം ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ സംഭവം. ട്രേഡിംഗ് അക്കൗണ്ട് ഇതിനൊരു ഫോർമാറ്റ് ഉണ്ട് കേട്ടോ. ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഇനി ട്രേഡിംഗ് അക്കൗണ്ട് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ, ഈ രീതിയിൽ എഴുതി പോയി കഴിഞ്ഞാലും, ഇങ്ങനെ കള്ളി വരച്ച് ചെയ്ത് കഴിഞ്ഞാലും റിസൾട്ട് ഒക്കെ എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന് വേണമെങ്കിൽ ഒരു ഫോർമാറ്റ് വേണമെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കണമെങ്കിൽ നമുക്കൊന്ന് വരച്ചു തരാം. ഞാൻ ഈ ഫോർമാറ്റ് കൂടെ വരച്ചു വെച്ചോളൂ. ഒരു പാർട്ട് കൊണ്ട് കഴിയാം. ഇന്ന് ട്രേഡിംഗ് അക്കൗണ്ടും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒന്നിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ് മാർക്കറ്റിനകത്തുള്ളത്. പക്ഷെ നിങ്ങൾ ഈ രീതിയിൽ ഇങ്ങനെ പഠിച്ചോളൂ, ഒന്ന് മനസ്സിലാക്കാൻ. ഓക്കെ, ഇവിടെ പർട്ടിക്കുലർ വരും, അത് കഴിഞ്ഞതിന് ശേഷം എമൗണ്ട് വരും. പിന്നെ അതേപോലെ ഇവിടെയും ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഇവിടെയും വരും. ഓക്കെ, പർട്ടിക്കുലർ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ്.
ഒക്കെ കമ്പനികളിൽ കൃത്യമായിട്ടും ഈ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ട് പഠിക്കുമ്പോൾ ഓൾറെഡി റിപ്പോർട്ട് ഓഫ് ഫോർമാറ്റിനകത്ത് ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പം കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്ത പഠിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നുണ്ടാവും. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഇവിടെ എഴുതും. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ ആയിരിക്കും എഴുതുന്നുണ്ടാവും. ഇങ്ങനെ എഴുതും. ഇവിടെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് എന്നാണ് എഴുതുക. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. ഒന്ന് പർച്ചേസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ ഇവിടെ എഴുതും. പിന്നെ ഇത് നമുക്ക് റിട്ടേൺ കുറക്കാണ്ടെങ്കിൽ നമ്മൾ ലെസ് റിട്ടേൺ, ഓക്കെ, ലെസ് റിട്ടേൺ കുറച്ചിട്ട് അവർ എമൗണ്ട് നമ്മൾ ഇവിടെ എഴുതും. ഇതിന്ന് കുറച്ചിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പർച്ചേസിന്റെ എമൗണ്ട് ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതാം. പർച്ചേസിന്റെ എമൗണ്ട്. ഓക്കെ, ഇനി അതല്ലാതെ ബാക്കി അതർ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടാവും. വേജ്, പിന്നെ എന്തൊക്കെ ഉണ്ടാവുക, വേജ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വേജ്, കാരേജ് എല്ലാം ഡയറക്റ്റ്. ഇതിന്റെ എല്ലാം ടോട്ടൽ എന്ത് ചെയ്യും, ഇതേപോലെ നമ്മൾ ഇവിടെ എടുത്ത് എഴുതും. ഓക്കെ, പിന്നെ ഈ ഭാഗത്ത് എഴുതുന്നത് സെയിൽസ് ആണ്. ഈ സെയിൽസ് എഴുതുമ്പോൾ സെയിൽസിന്റെ മൈനസ് റിട്ടേൺ ഉണ്ടെങ്കിൽ റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ അപ്പുറത്ത് എഴുതാം. ആ ഒരു എമൗണ്ട് ഇപ്പോൾ ഇതേപോലെ വരും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്കും വരും. ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് കഴിഞ്ഞതിന് ശേഷം നേരത്തെ നമ്മൾ ലെഡ്ജർ ടോട്ടൽ ആക്കിയ പോലെ രണ്ട് ഭാഗം കൂട്ടി നോക്കാം. ഏറ്റവും വലിയ സംഖ്യ രണ്ട് ഭാഗത്ത് എടുത്ത് എഴുതാം. ഇവിടത്താണോ വലുത് നോക്കുക, ഇവിടത്താണോ നോക്കുക. എന്നിട്ട് എവിടെയാണോ ബാലൻസ് ഉള്ളത് ആ ബാലൻസിനെ CD എന്ന് എടുത്ത് എഴുതാം, മറ്റേ ബാലൻസിനെ BD എന്ന് എടുത്തിട്ട് ഇപ്പുറത്ത് എഴുതാം. ഇതാണ് ഇതിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഒരു ഫോർമാറ്റ്. ഇതിന്റെ നോട്ട്സും കാര്യങ്ങളും തരുന്ന സമയത്ത് വിശദമായിട്ട് ആ നോട്ട്സിനകത്ത് ഉണ്ടാവും. ആ നോട്ട്സിനകത്ത് എങ്ങനെയാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് വരച്ച് മനസ്സിലാക്കി. ക്ലിയർ ആയില്ലേ? ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. നിങ്ങൾ നേരത്തെ മാനുവലി കണക്കൂട്ടിയ കാര്യങ്ങൾ ഇതേമാതിരി ഇതിനകത്ത് ഫില്ല് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് റിസൾട്ട് സെയിം ആയിരിക്കും. അപ്പൊ എഴുതിയാലും വരച്ചാലും ഒക്കെ റിസൾട്ട് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ച, ഒന്ന് ഓടിച്ചു പറഞ്ഞാണേ. എന്തൊക്കെയാ പഠിച്ചു? ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ക്ലാസിഫിക്കേഷന് വേണ്ടി അക്കൗണ്ടിൽ ഉപയോഗിക്കുന്ന ടൂൾ ഏതാ? ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ജേർണലിൽ എന്തൊക്കെ അക്കൗണ്ട്സുകൾ ഉണ്ടോ അതിനൊക്കെ ഓരോരോ ലെഡ്ജർ ആക്കി പ്രിപ്പയർ ചെയ്യാം. സിമിലർ ആയിട്ടുള്ള സാധനങ്ങൾ വീണ്ടും എടുത്ത് എഴുതണ്ട. അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ബാലൻസ് ചെയ്തു. ബാലൻസ് ബ്രോഡ് ഓൺ, ബാലൻസ് ക്യാരി ഡൗൺ, ബ്രോഡ് ഓൺ ഒക്കെ എടുത്ത് എഴുതി. ബ്രോഡ് ഓൺ ബാലൻസിന് എടുത്തിട്ട് നേരെ സമ്മറൈസിങ് എന്ന് പറഞ്ഞ അടുത്തൊരു ഫംഗ്ഷനിലേക്ക് പോയി. അവിടെ നമ്മൾ വളരെ ഷോർട്ടാക്കി ചെയ്യുന്ന പരിപാടി സമ്മറൈസിങ് എന്ന് പറഞ്ഞു. ബ്രോഡ് ഓൺ ബാലൻസുകൾ എല്ലാം ബ്രോഡ് ഓൺ ഡെബിറ്റിലാണെങ്കിൽ ഡെബിറ്റിൽ എഴുതും, ബ്രോഡ് ഓൺ ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിൽ എഴുതി. രണ്ട് ഭാഗത്തും ടോട്ടലാക്കി സം ചെയ്തു, ഒരേ ബാലൻസിലേക്ക് എത്തിച്ചു. ആ ബാലൻസ് എത്തിച്ചിട്ട് എന്ത് ചെയ്തു, അത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമ്മൾ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്തി. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ കണക്കുകളൊന്നും കൃത്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തി നമ്മൾ എന്ത് ചെയ്തു, മുന്നോട്ടേക്ക് പോയി. പിന്നെ പരിപാടി അനലൈസിങ് ഇന്റർപ്രറ്റിംഗിലാണ്. അനലൈസിങ് ഇന്റർപ്രറ്റിംഗിൽ നമ്മൾ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്ത സമയത്ത് നമുക്ക് നഷ്ടമാണോ ലാഭമാണോ എന്ന് കണ്ടുപിടിക്കുക. അതിൽ ഒന്നാമത്തെ ടൂള് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന എന്താണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. ഗ്രോസ് പ്രോഫിറ്റ് പറയുമ്പോൾ സെയിൽസ് നിന്ന് വിറ്റ സാധനത്തിൽ നിന്ന് സെയിൽസ് നിന്ന് അതിന്റെ എക്സ്പെൻസ് കുറക്കാം. സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിറ്റ സാധനത്തിന്റെ കുറക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കാണാം, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ? സെയിൽസിന്റെ ടോട്ടൽ സെയിൽ എങ്ങനെ കാണാം, സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ. ടോട്ടൽ പർച്ചേസ് എങ്ങനെ കാണാം, പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ഇത് വെച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഈ കിട്ടുന്ന ഗ്രോസ് പ്രോഫിറ്റ് അവിടെ ഗ്രോസ് ലോസ് അവിടെ ഇറ്റ്സ് എ ഫേക്ക് പ്രോഫിറ്റ് ഓർ ഫേക്ക് ലോസ്. ഇതുകൊണ്ട് നമുക്ക് ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് ഈ ഒരു പൈസ എടുത്തിട്ട് നമ്മളെ കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നോക്കാൻ വേണ്ടി പറ്റൂല. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നാളെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നാളെയും ക്ലാസ് ഉണ്ടേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റിയാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെന്റും പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പറ്റിയും ബാലൻസ് ഷീറ്റിനെ പറ്റിയൊക്കെ പറയും. പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ പോയിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രികളെ കുറിച്ച് പറയും. വണ്ടി കുറച്ച് സ്പീഡായിട്ടായിരിക്കും ഇനി പോവാം, കാരണം കുറച്ച് ലാഗ്. ഞാനും പല
എൻഗേജ്മെന്റിൽ വന്നു. ഞങ്ങൾ 2-3 അക്കാഡമി സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനും കുറച്ച് എൻഗേജ്മെന്റിലായി. അപ്പൊ ഇപ്പോഴും എൻഗേജ്മെന്റിലാണ്, പക്ഷെ വണ്ടി സ്പീഡിൽ വിടാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഓവർ സ്പീഡ് കൂടണമെന്നില്ലല്ലോ, മനസ്സിലാവുന്നില്ല കാര്യങ്ങളൊക്കെ? ഞാൻ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോകുന്നുണ്ട്. സ്പീഡ് കൂടുണ്ടോ ഓവർ? കുറച്ച് സ്പീഡ് കുറച്ച് കൂടെ ഉണ്ട്, നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ ഒന്ന് സ്പീഡ് ആക്കാൻ വേണ്ടിട്ട് അത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഓവർ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അപ്പൊ പറയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഡിസ്കസ് ചെയ്യാം. എന്താ കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് അറിയുന്ന ആളുകളുണ്ട് ഗ്രൂപ്പിൽ, പരസ്പരം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുത്ത് ഷെയർ ചെയ്യാനുള്ള മനസ്സ് എല്ലാവരും കാണിക്കാം. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്യും, കിട്ടും, നോളജ് കിട്ടും.